നമ്മൾ എന്തെങ്കിലും ആവാതെ സിനിമയിൽ ആരും നമുക്കൊരു ഈ പറയുന്ന വാല്യൂം തരില്ല. അത് മെയിലാണെങ്കിലും ശരി ഫീമെയിൽ ആണെങ്കിലും ശരി. എൻ്റെ ലൈഫിൽ അങ്ങനെ കിട്ടാവുന്ന ഒരു സാധനങ്ങളും എനിക്ക് മിസ്സായി പോകരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചില ആൾക്കാർ അതെൻ്റെ അഹങ്കാരമായിട്ട് എടുക്കാറുണ്ട്, ചിലർക്കത് മനസ്സിലാവും. പക്ഷേ എനിക്കത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൈവസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. മേ ബി ആൾക്കാർക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്നു. പക്ഷേ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴത്തോളം അച്ഛൻ ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അമ്മയ്ക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അച്ഛനെയാണ്. കാരണം ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര അമ്മയ്ക്കത്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ഷോ നിഖില. താങ്ക് യു. ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻസ് ഒന്നും തരുന്നില്ല, പക്ഷേ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയട്ടെ. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ ഹീറോയിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും വിസവി യുവർ കോൺടെമ്പററീസ്, ഓക്കെ, യു ആർ പ്രോബബ്ലി ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹീറോയിൻ. അതെ. അതിൽ ഇത്തിരി സീരിയസ് നോട്ടിൽ തന്നെ തുടങ്ങാം. നിഖിലയ്ക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് നിഖില കണ്ടിരിക്കുന്നത് ഇൻ ദ ഇൻഡസ്ട്രി? 15 വർഷത്തോളം ഈ ഇൻഡസ്ട്രിയിലുള്ള വെറും 20 സംതിങ്, 30, early 30s, that's it. So you are വേ മോർ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു കീൻ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ഞാൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഞാൻ ഡിജിറ്റലിൽ എത്തി. അതല്ലാതെ ഇൻഡസ്ട്രിയിൽ വലിയ കാര്യമായ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന് ഇത്രയും വർഷത്തിനിടയ്ക്ക്. എനിക്ക് കുറേ മാറ്റം, മേ ബി പുറത്തായിരുന്നെങ്കിൽ വരാത്ത കുറേ മാറ്റങ്ങൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? പണ്ട് ഞാൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒക്കെ ഒരു പാവമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുക, എന്താ പറയുക, ഒന്നിനും അങ്ങനെ കാര്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, യെസ് പറഞ്ഞു കഴിഞ്ഞാലും ഈശ്വര അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ വിചാരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലിയ സീനില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. പണ്ട് എല്ലാത്തിനും ആരെങ്കിലും ഒന്ന് ചോദിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൂടെ ഒക്കെ ഞാൻ തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് അതൊക്കെ പഠിച്ചു. ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്താ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർട്ടിസ്റ്റിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ചാലഞ്ച്, ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? ഇപ്പോഴും നിഖിലേക്ക് തോന്നുന്നു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് മാറിയിട്ടില്ല? അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിങ്ങനെ കുറച്ചായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇവർ ശീലിച്ച് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മാറ്റാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില സാധനങ്ങളിൽ അത് എനിക്ക് പിന്നെ ഒരു പോയിന്റിന് ശേഷം ഞാനത് എങ്ങനെ ആലോചിച്ച് തുടങ്ങിയെന്ന് വെച്ചാൽ അത് മേ ബി അവരുടെ മാർക്കറ്റിൻ്റെയും അവരുടെ സാധനങ്ങളുടെയും പുറത്ത് മേ ബി അവർക്ക് കിട്ടുന്നതായിരിക്കും ഒരു മെയിൽ സ്റ്റാറിന് എന്നുള്ളത് ചിന്തിച്ച് തുടങ്ങി. കാരണം നമ്മൾ എന്തെങ്കിലും ആവാതെ സിനിമയിൽ ആരും നമുക്കൊരു ഈ പറയുന്ന വാല്യൂം തരില്ല. അത് മെയിലാണെങ്കിലും ശരി ഫീമെയിൽ ആണെങ്കിലും ശരി. മെയിലിന് ആ കിട്ടുന്ന വാല്യൂ കുറച്ചധികം കാലം കൂടെ കിട്ടും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ഈ പറയുന്ന പോലെ പുതിയതായിട്ട് വന്ന ആക്ടേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റും ഈ പറയുന്ന പോലെ ഒരു സ്റ്റാറിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലും വ്യത്യാസം എപ്പോഴും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ റെസ്പെക്റ്റ് കിട്ടുക സ്ത്രീകൾക്കാണെന്ന് എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. ഒബ്സ്ട്രക്കിൾസ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മേ ബി പറഞ്ഞ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയൊന്നും അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും സിനിമയിൽ സ്ത്രീകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടെയൊക്കെ സേഫാണ് സിനിമയിൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ബാക്കി എന്താണെങ്കിലും കുറച്ചുകൂടെ എനിക്ക് സിനിമ സേഫാണ് എന്നാണ് തോന്നിയിരിക്കുന്നത്. നിഖില ഇൻഡസ്ട്രിയിൽ വരുന്നത് ഒരു ബാക്കിങ്ങോടെ അല്ല. ഒരു പേരൻറ്റിൻ്റെ ഓൺടറാജ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് നിഖില ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഒരു ഒറ്റത്തടിയായിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുന്നത്. നിഖിലയ്ക്ക് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്? അതോ ഇസ് ഇറ്റ് ദാറ്റ് നിഖിലയുടെ പേഴ്സണാലിറ്റി ഈസ് സച്ച് ദാറ്റ് പലപ്പോഴും സിറ്റുവേഷൻസ് ഉണ്ടാറില്ല വേർ യു ഹാവ് ടു ഫേസ്? എനിക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് ഭീകരമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് എൻ്റെ വീട്ടുകാർക്കൊക്കെ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കായിരുന്നു ഇഷ്ടമല്ലാത്തത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അതൊരു വേറൊരു ഭയങ്കര എന്താ പറയുക ഫെയിമോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല അവർക്ക്. അറിയാവുന്നൊരു സാധനം പോയി ചെയ്യണതിന് എന്തിനാണ് ഇത് ചെയ്യണമെന്നുള്ളൊരു സാധനമായിരുന്നു. എനിക്കങ്ങനെ
വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാണ്ട് സിനിമയിൽ വന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്ക് വീട്ടിൽ നിന്ന് ഭീകര സപ്പോർട്ടായിരുന്നു. എനിക്കായിരുന്നു എന്നെ ആരെങ്കിലും തിരിച്ചു കൊണ്ടുപോകുന്നുള്ള അവസ്ഥയായിരുന്നു എൻ്റെ. ഇൻഡസ്ട്രിയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഭീകരമായ സപ്പോർട്ട് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്കുണ്ടായത്. കാരണം അച്ഛനും അമ്മയും ഒക്കെ ഞാൻ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ കഥ കേൾക്കുന്നത് ഇവരാണല്ലോ. അപ്പം ഞാൻ തമിഴ് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ഒരു ചേട്ടനുണ്ട്. പുള്ളി എനിക്കൊരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ മൂപ്പര് വന്നിട്ടാണ് കഥ കേൾക്കുക. മൂപ്പർക്ക് അപ്പോൾ തമിഴ് അറിയുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും തമിഴ് അറിയില്ല. അപ്പോൾ പുള്ളി വന്ന് കഥ കേട്ടിട്ട് പുള്ളി ചിരിച്ച് പുള്ളിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി പറയും നല്ല കഥയാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ സിനിമയിൽ പോയി അഭിനയിക്കും. അങ്ങനെയായിരുന്നു. അതല്ലാതെ അതിൻ്റെ പുറകിൽ എന്താണെന്നോ അല്ലെങ്കിൽ ഡയറക്ടർ ആരാന്നോ പ്രൊഡക്ഷൻ ആരാന്നോ ഹീറോ ആരാന്നോ ഇതൊന്നും നമുക്ക് അറിയില്ല. അവർ പറയും ഇതിങ്ങനെയാണ്, ഇവിടുത്തെ ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറയും. നമ്മൾ പറയും ഓ ശരിയാണ്, അത് അവിടുത്തെ വലിയ സംഭവമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി അഭിനയിക്കും. നമ്മൾ കുറേ കാലം, അതായത് ഒരു 3-4 കൊല്ലമൊക്കെ ആയിരുന്നു ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതെനിക്ക് എന്നെ അങ്ങോട്ട് മടുപ്പിച്ചു ഭയങ്കരമായിട്ട്. എനിക്ക് വയ്യ, എനിക്കിനി വേണ്ട സിനിമ എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ ഇത് ഭാഗ്യദേവതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ലവ് 24/7 മുമ്പ് വരെ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ലവ് 24/7 കഴിഞ്ഞപ്പോഴാണ്, കാരണം ആ പോകുന്ന ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര അബദ്ധമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ഇപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കൂടെ ഇപ്പം അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ശരിക്കും നിങ്ങളൊന്നും ബുദ്ധിമുട്ടിയിട്ടില്ല, ഞാൻ അതിന് മാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയൂ, എന്താ സംഭവിച്ചത്? ആസ് ഇൻ ഷൂട്ടിങ്ങിന് പോയിട്ട് ഫുഡില്ലാതെ വണ്ടിയില്ലാതെ, അതായത് തിരിച്ച് ടിക്കറ്റ് ഇടാതെ ഞാനും അമ്മയൊക്കെ മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്ന് ആൾക്കാർ അങ്ങനെയൊക്കെയോ തിരിച്ചു വന്നിട്ടുണ്ട്. കാല് പിടിച്ച് ട്രെയിനിലൊക്കെ കയറിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് ഉണ്ടായപ്പോഴും ഞാൻ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞ സാധനം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച സിനിമയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു കാര്യം കിട്ടുന്നില്ല എന്ന് ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഈ 8ാം ക്ലാസ് തൊട്ട് ഫെയിം എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം തമിഴ് സിനിമകളാണ് ചെയ്തത്, പിന്നെ കുറേയൊക്കെ സിനിമകൾ റിലീസായില്ല അല്ലേ? ഇല്ല, ഫെയിം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. 8ാം ക്ലാസ്സിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നാട്ടിലെ ഒരു സിനിമാ നടി ഞാനാണല്ലോ. അപ്പോൾ നാട്ടിലെല്ലാവർക്കും ഞാനൊരു സിനിമാ നടിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ പറയുന്ന പോലെ തമിഴിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി കോളേജിലുമൊക്കെ ആൾക്കാരുടെ സിനിമാ നടി എന്നൊക്കെ വിളിക്കായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ചമ്മല, എന്തിനാണ് ഒരു സിനിമാ നടി എന്ന് വിളിക്കണേ എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അതായിരുന്നു എനിക്കുണ്ടായിട്ടുള്ള ഫെയിം. മറ്റേ എല്ലാവരും അറിയപ്പെടുന്ന സിനിമാ നടി അങ്ങനെയല്ല, നാട്ടിലെല്ലാവർക്കും ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാം, അതേ ഉള്ളൂ. ഇതിലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്സിലുള്ളൊരു കുട്ടീനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ താല്പര്യമുള്ള അച്ഛനമ്മമാർ അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരിടത്ത് റിസെൻമെന്റ് ഉണ്ടാവും, മറ്റൊരിടത്ത് ഒരു ചൈൽഡ്ഹുഡ്, നമ്മളൊരു കുട്ടിക്കാലം നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? അതോ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണോ അങ്ങനെ തോന്നുന്നത്? ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലറായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ കിട്ടാവുന്ന ഒരു സാധനങ്ങളും എനിക്ക് മിസ്സായി പോകരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്നും അതുകൊണ്ട് ഞാൻ കോളേജിൽ പോയതും ഞാൻ റെഗുലർ കോളേജിൽ തന്നെയായിരുന്നു പഠിച്ചത്. ഡിഗ്രി വരെ ഞാനത് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. കാരണം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് കോളേജിൽ തന്നെ പോയിട്ട് പഠിക്കണം, സ്കൂളിൽ തന്നെ പോയിട്ട് പഠിക്കണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ എക്സ്പീരിയൻസ് മിസ്സായി പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ട്. ഇപ്പം പല ആൾക്കാർ ഇൻ്റർവ്യൂ കാണുമ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമല്ലോ, അതായത് കുറേയും കൂടെ ഇതിങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനത് ഇപ്പോഴും ആ കാര്യത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു നടിയായതുകൊണ്ടും എൻ്റെ ലൈഫിൽ ജനറൽ ഒരു സാധാരണ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും എനിക്ക് മിസ്സായി പോകരുതെന്ന് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോഴും ഓട്ടോയിൽ പോകും, ഇപ്പോഴും ബസ്സിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ നടന്നു പോകണമെങ്കിൽ ഞാൻ നടന്നു പോവും, റോഡിൽ പോയി കാത്തു നിന്ന് ഓട്ടോ കയറി പോകും. അതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് അത് ഒരിടയ്ക്ക് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഇതെന്ത് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ചാലും ചിലപ്പോൾ ഞാൻ ആലോചിക്കും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതായി പോയി കഴിഞ്ഞാൽ അതൊരു വലിയ മിസ്സിങ് ആവില്ല ലൈഫിൽ. അതുമാത്രമല്ല, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് പറയട്ടെ, ഇന്ന് രാവിലെ എനിക്ക് ഷോക്കാണ് കഴിച്ചത്. സാധാരണ ആക്ടേഴ്സൊക്കെ വരുമ്പോൾ ഒരു വലിയ വണ്ടിയും പിന്നെ ഒരു ഓൺടുറാജും ഒക്കെ കാണും, ആൻഡ് അത് പതിവാണ്. മേക്കപ്പ്, ഹെയർ, കോസ്റ്റ്യൂം എല്ലാവരും കൂടെ കാണും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആക്ട്രസസ്. പക്ഷേ ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജാണ് വന്നത്, ഊബറിന് എന്ത് അഡ്രസ്സാണ് ഞാൻ കൊടുക്കേണ്ടത്? ഞാൻ വെച്ചേ ഇതെന്താണപ്പാ? ഞാൻ മറ്റേ ഇനാഗുറേഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ വണ്ടി വേണ്ടേ പോകാന്നുള്ളതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഞാൻ പോവാതിരിക്കാറുണ്ട്.
ഊബർ പിടിച്ചെങ്ങനെ ഇനാഗുറേഷൻ അതുകൊണ്ട് പോകാൻ പറ്റില്ല ചേച്ചി ഞാൻ പോകാനൊക്കെ ഇരിക്കാറുണ്ട്. തരത്തിലുള്ള പിടിവാശിയാണ് കേട്ടോ. ലൈക്ക് അല്ല വണ്ടി എനിക്കുണ്ട്, പക്ഷെ എനിക്ക് അത്രയും ഓടിക്കാൻ അറിയില്ല. അപ്പം ബെറ്റർ ഓടിക്കാതിരിക്കുന്നതിൽ ഊബർ പിടിച്ചു പോകാൻ കുറച്ചുകൂടെ ഒക്കെ സൗകര്യമുണ്ട്. ഈ ഊബർ കണക്ട് ആവാത്തപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ദേഷ്യമൊക്കെ പക്ഷേ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഓടിച്ചു പോയിരുന്നു എന്നൊക്കെ തോന്നുള്ളൂ. പക്ഷേ ഈ സാധാരണയുള്ള ആക്ടേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യം ക്ലീഷ്യ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ പുറകെ വരികയും സംസാരിക്കാൻ നോക്കുകയും പൊതുവെ ക്രൗഡ് ഇഷ്ടമല്ല എന്ന് പറയാം, ഒരു ക്രൗഡ് ഗ്യാദർ അപ്പ് ആവുകയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല എനിക്കില്ല. നാട്ടിൽ എനിക്ക് തീരെ ഇല്ല ചേച്ചി. നാട്ടിൽ എന്നെ ഇവരൊക്കെ കണ്ട് മടുത്തു അങ്ങനൊരു സാധനം ഉണ്ടാവുമല്ലോ. അതായത് എവിടെയാണെങ്കിലും ഞാനുണ്ടാവും. ഇപ്പം മാർക്കറ്റിലാണെങ്കിൽ ഞാൻ ഉണ്ടാവും, ഷോപ്പിംഗ് മോളിലാണെങ്കിൽ ഇത് എന്നെ കണ്ടില്ലെങ്കിലേ ചോദിക്കുള്ളൂ കുറേ നാളായിട്ട് നാട്ടിലില്ലേ എന്നൊക്കെ ചോദിക്കുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഞാൻ തന്നെയാണ് പോവാറ്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട്. നാട്ടിലവർക്ക് പുതുമയൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ അവർക്ക് കണ്ട് പഴകി. ഇവിടെ പെട്ടെന്ന് കാണുമ്പം മാസ്ക് വന്നതുണ്ട്, മാസ്ക് ഇട്ടിട്ട് ഞാൻ പോവാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ചില ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ലുലുവിലൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല. കാരണം അത്രയും ക്രൗഡുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചിലപ്പം ഫോട്ടോ എടുക്കാൻ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകും. അധികം ആൾക്കാരോട് പറയാറുണ്ട് പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. ചില ആൾക്കാർ അതെൻ്റെ അഹങ്കാരമായിട്ട് എടുക്കാറുണ്ട്, ചിലർക്ക് അത് മനസ്സിലാവും. പക്ഷെ എനിക്കത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൈവസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇറ്റ്സ് അൺബിലീവബിൾ നിഖില, ഇത് എങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്യുന്നതെന്ന്. ആ ബാലൻസ് ഇല്ലെങ്കിൽ എനിക്ക് എപ്പോഴും നാളെ സിനിമ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനമാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ പറയുന്ന എല്ലാ ലക്ഷറി ഉണ്ടെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇതൊന്നും ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുമ്പം ഇത് ഭയങ്കര ഒരു ബാലൻസാണ്. ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനത്തെ ആ ബാലൻസിനെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുകയാണ്. അതെനിക്ക് ആ ചെറുപ്പം മുതലേ അതെൻ്റെ ഭയങ്കര വാശിയായിരുന്നു. അതെൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കളയുകയില്ല എന്നുള്ളത്. ദാറ്റ്സ് അമേസിങ്. ഈ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നിഖിലയോട് ചോദിക്കാം, ഇന്ന സിനിമയാണോ ടേണിംഗ് പോയിന്റ്, കരിയറിൻ്റെ ടേണിംഗ് പോയിന്റ്? ഓൾറെഡി ചിരിച്ചു തുടങ്ങി. അതല്ല ഞാൻ ചോദിക്കാതെ, ഈ ടേണിംഗ് പോയിന്റ് നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ, ദിസ് ഈസ് എ ഗെയിം ചേഞ്ചർ എന്നുള്ളൊരു ഫീലിംഗ്, അത് എപ്പോഴാണ് വന്നത്? സിനിമയിലൂടെ ആവണം എന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ട് എല്ലാ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ആൾക്കാർ പറയാം ഈ സിനിമ ടേണിംഗ് പോയിന്റാണ്, ഈ സിനിമയാണ് ടേണിംഗ് പോയിന്റ്, ഈ കഥ ഈ ക്യാരക്ടർ നിങ്ങൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഈ ടേണിംഗ് പോയിന്റ് കേട്ടും അടുത്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ ലൈഫിൽ എക്സ്ട്രീം സക്സസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് എടുക്കാൻ അറിയാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഭയങ്കരമായൊരു അപ്പം ഞാനും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോ ആൻഡ് ജോ എല്ലാവർക്കും ഇഷ്ടമായി, തിയേറ്ററിൽ ഇപ്പോൾ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ ഡയറക്ടറെ വിളിച്ച് ചോദിക്കായിരുന്നു നമുക്ക് പ്രാന്തായതാണോ നാട്ടുകാർക്ക് പ്രാന്തായതാണോ എന്ന് എനിക്കറിയില്ല, ശരിക്കും സിനിമ ഹിറ്റാണോ എന്നൊക്കെ. എനിക്ക് അത് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഈ സിനിമ ഹിറ്റാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ആര് വിളിച്ചാൽ ഞാൻ എല്ലാവരോടും ചോദിക്കും ശരിക്കും ഇഷ്ടമായോ, ശരിക്കും പറയുന്നതാണോ. ജോഫൻ എന്ന് പറഞ്ഞ പ്രീസ്റ്റിൻ്റെ ഡയറക്ടറുണ്ട്, ജോഫിൻ്റെ അടുത്താണ് ഞാൻ എല്ലാ സിനിമയുടെയും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയണതും അവൻ എന്നെ വിളിച്ച അഭിപ്രായം പറയണതും ജോഫിനാണ്. അപ്പം ജോഫിനെ അവസാനം ഞാൻ ജോ ആൻഡ് ജോ കണ്ടിട്ട് അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ കയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, വലിയ വർക്കാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വലിയ ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രാന്താണ്, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, കാരണം ആ സിനിമ വർക്കാണ്, ഇത് എന്തായാലും തിയേറ്ററിൽ വർക്കാവുന്നത്. അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പം വിശ്വസിക്കുന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇപ്പോഴും ഹിറ്റാണെന്ന് ഒരു വലിയ ഹിറ്റിൻ്റെ ഭാഗമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് അത് അങ്ങനെയാണല്ലേ എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിനകത്തൊരു എക്സ്ട്രീം ഹാപ്പിനെസ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതെനിക്ക് ഞാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുന്നതാണോ എന്നും എനിക്കറിയില്ല, എനിക്കതില്ല. എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷങ്ങളില്ല, വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ല ജീവിതത്തിൽ, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തിലൊക്കെ ഞാൻ എക്സൈറ്റ്മെൻ്റ് ആൾക്കാർക്ക് വലിയ അത്ഭുതമാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നല്ലതെന്നൊക്കെ പറയണത്. എൻ്റെ അമ്മ തന്നെ പറയും
നിനക്ക് എന്തെങ്കിലും നീ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ നല്ലതാണെന്ന് നീ പറയൂ. പോർത്തുള്ളിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കുഴപ്പമില്ല, സിനിമ നല്ലതാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു രക്ഷപ്പെട്ടു, ആദ്യമായിട്ട് എൻ്റെ മോള് അഭിനയിച്ച ഒരു സിനിമ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോഴും ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നല്ലാതെ അതിനെ ഞാൻ അങ്ങോട്ട് തലയിലേക്ക് എടുത്തിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, അത് ചെയ്യാൻ അറിയാം. അത് ഇപ്പോഴും ഈ പറഞ്ഞ ജോഫിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും തനിക്കറിയോ താനൊരു സ്റ്റാറാണ്. അപ്പം ഞാൻ പറയണോ എനിക്കത് ഇപ്പോഴും ഡൈജസ്റ്റ് ആവണില്ല, ഞാൻ അതാണെന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതെനിക്ക് മനസ്സിലാക്കാൻ. എനിക്ക് നിഖിലെ ശരിക്കും ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് ഇത് അടിപൊളിയാണല്ലോ പെർഫോമൻസ് എന്ന് തോന്നിയത് എനിക്ക് ഞാൻ പ്രകാശനാണ്. അതൊരു ഫസ്റ്റ് ബേസ്റ്റ് ഓഫ് ഫെയിം തന്നെയായിരുന്നു അല്ലേ? അപ്പോഴും ഈ തോന്നലുണ്ടായിരുന്നില്ല എന്നാ ഞാൻ ഫഹദിന്റെ നായികയായി. അതും എനിക്ക് പറഞ്ഞ തോന്നൽ അപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ഫാമിലി സിനിമയാണല്ലോ, സത്യനന്ദികളുടെ സിനിമയാണ്. അതിലവരെന്നെ വിളിക്കണം, ഓക്കെ ശരി അത് അഭിനയിക്കാൻ പോകണം. അപ്പം സത്യനങ്കിള് ഭാഗ്യദേവത സത്യനന്ദിക്കാടിന്റെ സിനിമയായിരുന്നല്ലോ. അപ്പം സത്യനങ്കിളാണ് ആ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് പ്രകാശനാണ്. അപ്പം എനിക്ക് അവരൊക്കെ എനിക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. എനിക്ക് അറിയാത്ത ഒരാളതിനകത്ത് ഫഹദ് മാത്രമാണ്. അപ്പം അഭിനയിക്കുന്ന സമയത്ത് കുറച്ചൊരു പേടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ കവിഞ്ഞിട്ട് എനിക്ക് ജനറലി ആക്ടേഴ്സിൻ്റെ അടുത്തും ആ ഒരു എക്സ്ട്രീം എക്സൈറ്റ്മെന്റ് ഇല്ല, ഒരു ഐഡൽ വർഷിപ്പ് ഇല്ല. കാരണം എനിക്കൊന്ന് ഞാൻ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ അഭിനയിക്കുന്ന ഒരാളല്ലേ എന്നുള്ളതിലേ ഉള്ളൂ. എനിക്കിങ്ങനെ എക്സ്ട്രീം വർഷിപ്പ് എനിക്ക് ആരുടെ ഇല്ല. എനിക്ക് കമൽഹാസനെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുള്ളിനെ കണ്ടപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഈശ്വര എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എവിടെയെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അടുത്ത് പോയി സംസാരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കണ്ടു, ഓക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് കണ്ടു, അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അതിലൊരു ഓവർ ജോയ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നു എൻ്റെ അത്ര എക്സ്ട്രീം സാധനങ്ങളൊക്കെ കട്ടായി പോയ ഒരാളാണ് ഞാൻ. എക്സ്ട്രീം സാധനത്തിന് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ എയറിലാവാനുള്ള കഴിവ് അപാരം തന്നെ നിഖില. എങ്ങനെയോ ആ കഴിവ് എനിക്ക് ദൈവം മാറിക്കൊരു അടുത്ത ബൈറ്റ് വന്നു, ഇനി അടുത്ത 3 ദിവസം നോക്കണം സോഷ്യൽ മീഡിയ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻസോ ഇന്റർവ്യൂസോ ഒന്നും എനിക്ക് കാരണം നമ്മൾ അതിന് ഫോഴ്സ്ഡ് ആണല്ലോ നമ്മളത് ചെയ്യാൻ വേണ്ടി. കാരണം ഇപ്പം ഒരു 3 മാസം കൂടുമ്പോൾ നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, നമുക്ക് പുതിയതായിട്ട് ഇവരോടൊന്നും പറയാനുണ്ടാവില്ല. ആദ്യത്തെ ഒരു എന്താ പറയുക 2-3 സിനിമയ്ക്ക് നമുക്കതുണ്ടാവും. ഓക്കെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, നമ്മളതിങ്ങനെ പിന്നെ ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ഇവരോട് പുതിയതായിട്ടൊന്നും പറയാനില്ല, അവർക്ക് നമ്മളോട് പുതിയതായിട്ടൊന്നും ചോദിക്കാനില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളൊരു ഒറിജിനൽ പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കഴിഞ്ഞ പടത്തിന് ഇൻ്റർവ്യൂ എടുത്തല്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ചോദിക്കാനില്ല, അപ്പോൾ പാമ്പിനെ വെച്ചിട്ടൊരു സെഗ്മെൻറ്റ് റെഡിയാണ്. റിയലി? ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ റെഡിയല്ല. അതായത് എനിക്ക് പാമ്പിനൊന്നും തൊടാതെ എന്തായാലും അതെൻ്റെ മോശം അവസ്ഥയായിരിക്കും. അപ്പോൾ ഇവർ എൻ്റെ അത്രയും മോശം അവസ്ഥ ഇവർ ടെലികാസ്റ്റ് ചെയ്തിട്ട് ഇവർ അങ്ങനെ TRP കൂട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഗെയിമുകളുണ്ടല്ലോ, ഇപ്പം കണ്ണ് കെട്ടിയിട്ട് ഇതിനെ തൊടുക അങ്ങനെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരൊന്നും വിചാരിക്കുന്ന ഒരു വേർഷനെ ആയിരിക്കില്ല എൻ്റെ അടുത്തുനിന്ന് ചിലപ്പം വരും. ഞാൻ മറ്റേ അലറി കൂവി കരഞ്ഞ് ഓടുകയൊക്കെ ചെയ്യായിരിക്കും, അങ്ങനെയൊക്കെ പിടിക്കേണ്ടി വരും എന്നെ. അതൊന്നും പിന്നെ അതേപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ പണ്ട് ചെയ്തൊരു ചാനൽ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളൊരു ക്യാമറ കൊടുത്തു വിട്ടാൽ മതി, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ എവിടെയും പോകാറൊന്നുമില്ല. ഷൂട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ കട്ടിലിൽ കിടക്കും, ഭക്ഷണം കഴിക്കാൻ എണീക്കും, ഞാൻ ഒരു കട്ടിലിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ക്യാമറ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കണ്ടൻറ്റും ഇല്ല, എവിടെ പോകാനാണ്, ഞാൻ എവിടെയും പോകാറില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ലൈഫൊക്കെ. എയറിലൊക്കെ ഞാൻ എങ്ങനെയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. എയറിലാവുമ്പോൾ ആദ്യത്തെ കോൾ ആരുടെ അടുത്തായിരിക്കും വരിക? ഞാൻ ആദ്യം എയറിലായി തുടങ്ങിയെന്ന് കാണുമ്പോൾ ഞാൻ പതുക്കെ അവളെയാണ് വിളിക്കുക, ഞാൻ ചെറുതായിട്ടൊന്ന്. അപ്പം ഞാൻ പിന്നെ പക്ഷെ അവള് പറയുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ആണ്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നതാണ് എനിക്കാണ് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കും അറിയാം, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ
പറയേണ്ടതാണ്, ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യേണ്ടപ്പെടേണ്ടതാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അത് ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കണേ. വേറെ ലെവലിലാണ് എന്നെ പ്ലേസ് ചെയ്യുക. ആ പ്ലേസ്മെന്റ് എനിക്ക് ഓക്കെ അല്ല. ഞാൻ അങ്ങനെയൊന്നുള്ള ഒരാളല്ല. ഞാൻ ഒരവസ്ഥയാണ് എൻ്റെ. ഏത് ലെവലിലാണ് പ്ലേസ് ചെയ്യുക? ചിലപ്പോൾ ഭയങ്കര ഇപ്പൊ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും എന്നെ ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര ഇതായിട്ടുള്ള ഒരാള്, ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് എന്നോട് എപ്പോഴും ആൾക്കാർ അടുത്ത ഇലക്ഷന് ഞാൻ സീറ്റ് തന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ പറയണേ. എനിക്ക് ആ സീറ്റിൽ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അറിയണ പണിയല്ല അത്. ഒരു ഇലക്ഷന് സീറ്റ് ഇവർ പറയണത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത ഇലക്ഷന് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനിത് പറയണെന്നൊക്കെ കുറേ ആൾക്കാർ കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് ആൾക്കാരുടെ ധാരണ. ഒരാൾ ഇങ്ങനെയൊക്കെ എയറിലാവാൻ വേണ്ടിയിട്ട് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയില്ലല്ലോ. പക്ഷെ ഒരിക്കലും നിഖില ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഒരു രീതിയിൽ നമ്മൾ മിസ്റെപ്രസെൻറ്റഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ ഈ വ്യക്തിയല്ല, നിങ്ങൾ കാണിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ല. അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും, മറുവശത്തൊരു സങ്കടം ഉണ്ടാവില്ലേ? ഡോണ്ട് യു ഗെറ്റ് എഫക്റ്റഡ്? എനിക്ക് സങ്കടം വരാറില്ല. ഞാനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വന്നു. കാരണം ഞാൻ എന്താണ് വിചാരിക്കുന്നതെന്ന് ഉള്ള മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വെറുതെ ചിലപ്പോൾ വീട്ടിലിരുന്ന് വല്ല കറിക്കരിയോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ TV കാണുന്നോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നിഖിൽ ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, നിഖിൽ ഈ പ്രസ്താവനയിൽ നിഖിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ചകൾ നടക്കും. അത് കാണാൻ ഭയങ്കര രസം, നല്ല രസം. ഞാൻ എൻ്റെ പേരിൽ വന്നിട്ടുള്ള എല്ലാ ചാനൽ ചർച്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ പറയണത് നിഖില ഈ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടായിരിക്കും, നിഖിൽ ഇങ്ങനെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ ഉദ്ദേശിച്ചതോ ഞാൻ പറഞ്ഞതോ എൻ്റെ അഭിപ്രായം ഒന്നും അവർ ചോദിക്കില്ല. ഇവർക്കൊക്കെ ഇവരങ്ങോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും, ഞാൻ ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ സാധനം കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് എന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. ഇത് നിഖില പറഞ്ഞ പ്രസ്താവനയ്ക്ക് എതിരെ ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ, അപ്പോൾ ആ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പ്രസ്താവന പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നെ പറ്റിയിട്ട് ആൾക്കാർ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് എഴുതിയുണ്ടാക്കിയത്. അതിൻ്റെ ബാക്കി ചർച്ച നടക്കുന്നത് നിങ്ങളുടെ ചാനലിലാണ്. അതിന് ഞാൻ എന്തിനാണ് വന്നിരുന്നിട്ട് ചർച്ച ചെയ്യുന്നത്? അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചർച്ച ചെയ്തോളൂ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം അത് കാണാൻ ഭയങ്കര രസം. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ്, എന്നെ CPM താലോലിക്കുന്ന ഒരാളാണ്, BJP ഫണ്ട് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതായത് ഇങ്ങനെയൊക്കെ പറയുന്നതിനൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരാറുണ്ട് ഇതൊക്കെ കാണും. ഇപ്പം ഞാനത് ഭയങ്കര, അതായത് ഇത് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിലുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമാണ്, നല്ല രസമാണ്. പക്ഷെ ഒരു പക്ഷേ അതൊരു സൈൻ ഓഫ് തിങ്സ് ടു കം ആയിരിക്കും. ഒരു പക്ഷേ പീപ്പിൾ വോണ്ട് ടു സീ യു ഇൻ പോളിറ്റിക്സ്. ഇല്ല, അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ദാറ്റ് പീപ്പിൾ വാണ്ട് യു ടു ജോയിൻ പോളിറ്റിക്സ്? അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ പോളിറ്റിക്സ് ആയിരിക്കും എൻ്റെ ഈ പറയുന്ന ആൾക്കാരുടെ ഒന്നും കൺസേൺ അല്ല നമ്മൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഈ കോമൺ ഓഡിയൻസിന് നമ്മളുടെ കാര്യത്തിൽ ഒരു കൺസേണിൻ്റെ ആവശ്യമില്ല. അവർക്ക് അപ്പം കിട്ടുന്ന ആ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത മാത്രമാണ് നമ്മൾ. അവർ നമ്മൾ എന്തെങ്കിലും ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും അല്ല. കാരണം അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് ആവശ്യത്തിലധികം പ്രശ്നങ്ങളും അവരുടെ ലൈഫിൽ സോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് അവർ പാസ് ചെയ്ത് പോകുമ്പോൾ അവർ കാണുന്ന ഒരു വാർത്തയാണ് നമ്മൾ. അത് മാധ്യമം ഉണ്ടാക്കി വിടുന്ന ഒരു വാർത്തയാണ്. മാധ്യമങ്ങൾ വിചാരിക്കുന്നത് ആ വാർത്ത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും അവർക്ക് ആ സമയത്ത് കിട്ടാനുള്ള ഒരു കണ്ടന്റ് വെച്ചിട്ട് അവർ അതിനെ സെല്ല് ചെയ്യുന്നു എന്നുള്ള കവിഞ്ഞ് മാധ്യമങ്ങളും നമ്മളുടെ കാര്യത്തിൽ ബോധേടല്ല. ഈ പറയുന്ന നോർമൽ ആൾക്കാർ നമ്മളുടെ കാര്യത്തിൽ ബോധേടല്ല. നമ്മുടെ കാര്യത്തിൽ നമുക്ക് മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ നാളെ എന്തെങ്കിലും ആയി കാണണമെന്നോ അങ്ങനെയൊന്നും അവരുടെ കൺസേണേ അല്ല അത്. ആ സമയത്ത് മേ ബി ആ പ്രസ്താവന ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും അവർ പറയുന്നതാണെങ്കിൽ അത് ആ സമയത്തുള്ള കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവരാരും ആലോചിക്കുന്നില്ല. വീട്ടിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ അച്ഛൻ ഇസ് എ ഫോമൽ നക്സൽ, അമ്മ കലാകാരി, ഈ സിസ്റ്റർ ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു അബൌട്ട് പോളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഈക്വാലിറ്റീസ്, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും? അച്ഛനുമായിട്ട് ഈ കോൺവെർസേഷനൊക്കെ ഉണ്ടായിരിക്കുന്നത് ചേച്ചിക്കാണ്. എൻ്റെ ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അച്ഛന് വയ്യാതായി. അപ്പോൾ പിന്നെ അച്ഛനുമായിട്ട് അങ്ങനത്തെ കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അച്ഛൻ കുട്ടിയായിരുന്നു. സോ ഞാൻ നോക്കി വളർത്തുന്ന ഒരാൾ എന്നുള്ള പോലത്തെ ഒരാളായിരുന്നു. സോ ഈ പൊളിറ്റിക്സിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടോ അച്ഛനുമായിട്ട് എനിക്കൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. ബട്ട് അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഓക്കെ, ഇതൊക്കെ ഒരാൾ നോർമലി ചെയ്യാത്തൊരു കാര്യമാണ് എന്നുള്ളത്
അറിയായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പം എനിക്ക് അങ്ങനത്തെ കുറഞ്ഞും കൂടെ ഒക്കെ ചെറിയ തരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ള ചേച്ചിയായിട്ടാണ്. ബട്ട് സ്റ്റിൽ വലിയ 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 കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പറയുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ ഞാനും ചേച്ചിയും അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കോ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ആസിൻ നിങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളിത് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും പറയാറുണ്ട് എന്നുള്ള കവിഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡിബേറ്റോ ഒരു കോൺവെർസേഷനുള്ള എൻവയറമെന്റ് അല്ലായിരുന്നു. അച്ഛനും അമ്മയും കണ്ട സാഹചര്യം എനിക്ക് ഭയങ്കര അത് ഞാൻ എവിടെയോ ഇന്റർവ്യൂവിൽ കേട്ടതാണ്. അച്ഛൻ നക്സലായിരുന്നു ആൻഡ് ഹി വാസ് വെരി ആക്റ്റീവ്. അമ്മയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിന് ശേഷമാണ് അച്ഛൻ അത് വിട്ടത്. ഇവരുടെ ലവ് സ്റ്റോറി എന്താണ്? ഇവരെവിടെയാണ് മീറ്റ് ചെയ്തത് ആൻഡ് വാട്ട് റിയലി ഹാപ്പൻഡ്? അത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അമ്മയുടെ വീട്ടിൽ 7 മക്കളാണ്. അപ്പം അമ്മയുടെ 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ എനിക്കൊന്ന് മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് അച്ഛന് പരിചയമുണ്ട്. അപ്പം ഇങ്ങനെ അമ്മ കലാമണ്ഡലം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ കല്യാണം ആലോചിച്ചാണ് വീട്ടിൽ വന്നത്. പ്രോപ്പർ ആലോചനയായിട്ടാണ്. അച്ഛന് ജോലിയൊക്കെ ഉണ്ടോ? അച്ഛനപ്പം എനിക്കൊന്നു അച്ഛൻ നാട്ടിലൊരു സ്കൂളിൽ മാഷായിരുന്നു, കണക്കിന്റെ ടീച്ചറായിരുന്നു. അപ്പോൾ അച്ഛൻ അമ്മയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഭയങ്കര മുടി ഉണ്ടായിരുന്നു. അപ്പം അച്ഛന് മുടിയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അച്ഛന് അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ഇവർ വീട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അച്ഛൻ ഈ പറയുന്ന പോലെ നെക്സൽ ബാക്ക്ഗ്രൗണ്ടും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വേണ്ട എന്നുള്ളൊരു സാധനം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അച്ഛന് പിന്നെ അമ്മയെ തന്നെ കല്യാണം കഴിക്കണം. അപ്പം അച്ഛൻ ഇഷ്ടപ്പെട്ടു, ഇത്ര മുടിയുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അച്ഛൻ വിചാരിച്ചു ഓക്കെ. അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ അച്ഛൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ കലാവാസന വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ഇനിഷ്യേറ്റീവിൽ അത് ഇവരുടെ വീട്ടിലാർക്കും അറിയില്ല. അച്ഛൻ്റെ ഇനിഷ്യേറ്റീവിൽ അച്ഛൻ പഠിക്കുന്ന സ്കൂളിൽ അമ്മയെ ഡാൻസ് ടീച്ചറായിട്ട് പ്ലേസ്മെൻറ്റ് വാങ്ങി. അപ്പം അവർ വിചാരിക്കുമ്പോൾ അമ്മ നോർമലി ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തു, കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അമ്മ മറ്റേ വീട്ടിൽ ഭയങ്കര അച്ചടക്കമുള്ള അങ്ങനെ ഒരാളായിരുന്നു. നല്ല ഇപ്പോഴും അമ്മയ്ക്ക് മറ്റേ നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി, ആൾക്കാരെന്ത് പറയും, എന്താവും, പ്രശ്നമാവും എന്നൊക്കെ. അച്ഛനാണെങ്കിൽ അപ്പം വേറെ ഏതെങ്കിലും ടീച്ചറുടെ അടുത്ത് ലെറ്റർ കൊടുത്തു വിടുക, ഇവിടെ ടീച്ചർ ഒന്ന് കാണണം എന്ന് പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അതൊക്കെ പേടിയായി തുടങ്ങി. അവസാനം അച്ഛന് അമ്മയെ സ്കൂളിലെ സമയം കിട്ടുന്ന വളരെ കുറവാണല്ലോ. അപ്പം ഒന്നും അറിയാത്ത പാവം എൻ്റെ ഒരു കസിനുണ്ട്, ചേച്ചീനെ ഡാൻസ് പഠിപ്പിക്കാൻ എന്നുള്ള വ്യാജേന അച്ഛൻ വല്യമ്മയുടെ വീട്ടിലേക്ക് അമ്മേനെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ പോയി പഠിപ്പിക്കാൻ അച്ഛൻ അവിടെയും പോയിരിക്കും. അതിൻ്റെ അവസാനം അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്കൊന്ന് വീട്ടിൽ പിന്നെയും പോയി അച്ഛൻ ചോദിച്ച് കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് ഇവർ കല്യാണം കഴിച്ചത്. ഇവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അച്ഛൻ എന്തോ പറഞ്ഞിട്ട് തമാശയ്ക്കോ മറ്റോ അമ്മയുടെ കയ്യിലോ മറ്റോ ഇങ്ങനെ അടിക്കുകയോ എന്തോ ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു എന്നെ തൊടരുത് എന്ന് പറഞ്ഞു. എന്നെ തൊടരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛനത് കുറച്ച് സീനായിരുന്നു. അപ്പോൾ അച്ഛൻ കല്യാണത്തിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് നിന്ന് അച്ഛൻ അമ്മയോട് ഞാൻ നിന്നൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചാണ്. അപ്പോൾ അമ്മ എപ്പോഴും വരെ അച്ഛൻ അങ്ങനെയാണ് എന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടത് വെച്ചാൽ അതുവരെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് അമ്മയെ തൊട്ടിട്ടേ ഇല്ല. അത് കല്യാണം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ചോദിച്ചത് ഞാനൊന്ന് തൊട്ടോട്ടെ, ഇനി എനിക്ക് തൊടാലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ തൊട്ടത് എന്ന് പറയും. ഇവരുടെ കല്യാണം പറഞ്ഞാൽ മറ്റേ രക്തഹാരം ഇങ്ങോട്ടും ചായയും ബിസ്ക്കറ്റും അങ്ങനത്തെ കല്യാണമായിരുന്നു. അമ്മയുടെ ഒരു ഷിഫോൺ സാരിയൊക്കെയാണ് അമ്മ കല്യാണത്തിന് കൊടുത്തത്. ഞാൻ പറയും ആൾക്കാരൊക്കെ മറ്റേ പാരമ്പര്യമായിട്ട് അമ്മയുടെ സാരി മക്കൾക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ സാരിയൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ എനിക്കതൊരു കറുപ്പ് സാരിയെ പറ്റണം, നീല സാരിയെ പറ്റണം അമ്മ കൊടുത്തു. ഒരു നീലയും ക്രീമും കളറുള്ള ഒരു ഷിഫോൺ സാരി പോലത്തെ ഒരു സാരിയാണ് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനിക്കൊന്നു അച്ഛനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അമ്മ ലോകം കണ്ടതും ഈ പറയുന്നത് പോലെ ഒരു ഡാൻസ് ടീച്ചർ ആയതും ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ അമ്മ ചെയ്തു. അല്ലെങ്കിൽ അമ്മ ഈ പറഞ്ഞ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ
ഒരു വീട്ടമ്മയായിട്ട് ഒരു ചെറിയ സെറ്റപ്പിൽ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ അച്ഛനാണ് അമ്മയെ കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിപ്പിച്ചത്. പല സ്ഥലത്തും ക്ലാസ്സിന് വിടുന്നത്, ഒറ്റയ്ക്ക് പോയി വരാൻ, വൈകുന്നേരം പോയി നിൽക്കും അച്ഛൻ, പക്ഷെ അമ്മ പോയി വരണം എന്നുള്ളതൊക്കെ ചെയ്യാത്തതൊക്കെ അച്ഛനാണ്. അങ്ങനെ അമ്മയെ കുറേയും കൂടെ ലോകം കാണിച്ചത് അച്ഛനാണ്. നിഖില പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അച്ഛനൊരു കുട്ടിയായിരുന്നു, ഒരു കുട്ടിയെ നോക്കുന്ന പോലെയാണ് നോക്കിയത്. അത് നിഖില ചിരിച്ചാണ് പറയണത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമോ എവിടെയോ. പക്ഷേ നിഖിലയോട് ഞാൻ എന്ത് സംസാരിച്ചു, എന്ത് കാര്യം പറഞ്ഞാലും നിഖില ഭയങ്കര ലൈറ്റായിട്ടാണ് അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഫേസ് ആയിരുന്നു ടു ഈവൻ ഹാൻഡിൽ ഇറ്റ്. അച്ഛൻ്റെ ആക്സിഡൻറ്റും സാധനങ്ങളും ഒക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അച്ഛൻ വലിയ ആളാണ്, ലൈക്ക് 6 അടി ഹൈറ്റൊക്കെ ഉള്ളൊരു വലിയ മനുഷ്യനാണ്. അപ്പോൾ ഈ വലിയ മനുഷ്യനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ ആൾക്കാർ നോക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അച്ഛൻ ഓർമ്മ കുറവായതുകൊണ്ട് ഭയങ്കര വാശി കൂടുതലായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഷുഗർ കഴിക്കാൻ പറ്റില്ല. അച്ഛൻ ഏറ്റവും ഇഷ്ടം മധുരമാണ്. മറ്റേ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടുപിടിക്കുക അച്ഛൻ മധുരം കഴിക്കാൻ വേണ്ടിയിട്ട്. പഴം, അതായത് കിലോ കണക്കിന് പഴമൊക്കെ കഴിച്ചാലും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു മരിക്കണേന്ന് ഒരാഴ്ച മുന്നേ പുട്ട് ഒരു കഷ്ണം പുട്ട് കഴിക്കണമെങ്കിൽ അച്ഛൻ ഒരു 6 പഴമൊക്കെ എടുക്കും. അപ്പം ഞാൻ കുഴച്ച് കൊടുക്കുമായിരുന്നു. മറ്റേ കുറച്ച് പഴമൊക്കെ വെച്ചിട്ട് കുഴച്ച് കൊടുത്തിട്ട് ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു ദിവസം ഇത് കഴിക്കാൻ വേണ്ടി ആക്കിയിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനൊരു പഴമായിട്ട് റൂമിലേക്ക് പോയിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ് പഴം തരാൻ പറ്റില്ല, ഇപ്പോൾ ഓൾറെഡി ഇത്ര പഴം കഴിച്ചു, അപ്പോൾ പഴം കഴിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഞാൻ ഈ പഴം വാങ്ങിച്ച് തിരിച്ചു കൊണ്ടുവച്ചു. അപ്പോൾ രാത്രി അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പഴം ഞാൻ മക്കളൊക്കെ വിളിക്കും, ഞാൻ പോവാന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞല്ല ഞാൻ പോവാ, എനിക്കൊരു കാര്യം ചെയ്യും, എനിക്കൊരു പഴം തരുമെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഈ പഴം എന്ന് പറയുന്ന അച്ഛന് ഭയങ്കര ഒബ്സഷനുള്ളൊരു സാധനമാണ്. അപ്പം ഈ പഴം ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരാൾ? അപ്പം അച്ഛൻ ആ പഴം കൊടുത്തതിന് അച്ഛൻ ഒന്നും വേണ്ടിയില്ല, അത് കഴിച്ചിട്ട് അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കിടന്നുറങ്ങി. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ അമ്മേനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ അത്രയും ഡ്രാമയൊന്നും ഒരു പഴത്തിന് വേണ്ടി നിങ്ങൾ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എല്ലാ സാധനങ്ങൾക്കും അച്ഛനതുണ്ട്. ഈ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തും പറഞ്ഞു കളയും. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ഇന്നത്തെ ദിവസം, എനിക്ക് വളരെയധികം ദുഃഖമുള്ളൊരു ദിവസം, എനിക്കൊരു പഴം തരൂ എന്നൊക്കെ അച്ഛൻ. അപ്പം ഞങ്ങളത് ഇതിപ്പം എല്ലാം അച്ഛൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പഴത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണെന്നൊക്കെ നമ്മളങ്ങോട്ട് അങ്ങനെ എടുത്തു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും അച്ഛൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് അച്ഛന് പഴമാണ് നമ്മൾ വെച്ചത്. അച്ഛന് പഴം, പായസം, അതുപോലെ ഞങ്ങളവിടെ ഉണ്ടക്കായി എന്ന് പറയും, മറ്റേ ഇവിടെ എന്താ ബോണ്ട, അത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. അപ്പം അമ്മ വരുമ്പം ഉണ്ടക്കായി കൊണ്ടുതരുമോ എന്ന് ചോദിക്കും. അപ്പം അതൊക്കെയാണ് നമ്മൾ അച്ഛന് ആരും അതൊന്നും ജനറലി വെക്കില്ല എന്ന് തോന്നുന്നു. അപ്പം അച്ഛന് കർമ്മം ചെയ്യുമ്പോഴും ഞാനും അന്വേഷിച്ച് എപ്പോഴും പറയും ചോറും തൈരൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല, മനുഷ്യനൊന്നുമില്ല. വല്ല പായസമോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ പറയും വല്ല കാക്കയായിട്ടൊന്നും ഞങ്ങളെ പ്രാഗിട്ടായിരിക്കും പോകണമെന്നൊക്കെ ആയിരിക്കും ഞങ്ങളെപ്പോഴും പറയാം. കാരണം അച്ഛന് ചോറ് വലിയ ഇഷ്ടമല്ല, പുട്ടാണ് എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനം. പുട്ട്, ബിരിയാണി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്താൽ ഇഷ്ടമാണ്. അല്ലാതെ ചോറൊക്കെ കഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുക അച്ഛൻ. ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, ചോറാണ് നിങ്ങൾ എന്നോട് ഉണ്ണാൻ പറഞ്ഞത്, എന്താ കറി? സാമ്പാറോ എന്നൊക്കെ പറയും അച്ഛൻ. സാമ്പാറൊക്കെ കൂട്ടി ഒരു മനുഷ്യൻ കഴിക്കുന്ന സാധനമാണോ ചോറ് എന്നൊക്കെ. അതൊരു നമ്മൾ മധുരമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പഴം തരാന്നൊക്കെ പറഞ്ഞാൽ അച്ഛനത് കഴിക്കും. അങ്ങനെയായിരുന്നു. അതായത് അതുപോലെ വാശിയും കുട്ടിക്കളിയും ഒക്കെ ആയി തുടങ്ങി ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ നേരം എല്ലാം കുറച്ച് എക്സാജറേറ്റ് ചെയ്തേ പറയുള്ളൂ. മറ്റേ ഞാൻ ഇപ്പം എവിടെയെങ്കിലും ഒരു 100 രൂപയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ അച്ഛനത് എടുക്കും. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ അപ്പം അത് കുറച്ചേ പറയുള്ളൂ, 100 രൂപയില്ലായിരുന്നു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും അച്ഛൻ. എന്നിട്ട് ഇത് നമ്മളൊരു അച്ഛനോട് ഒരു 50 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇന്നലെ എൻ്റെ അടുത്തൊന്ന് ഒരു 100 രൂപ വാങ്ങിച്ചല്ലോ എന്ന് പറയും. അപ്പം ഞാൻ അപ്പം ബാക്കി 50 എവിടെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും അത് വേറെ. അച്ഛൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ കൂട്ടിയേ പറയായിരുന്നുള്ളൂ. അതായത് അച്ഛനുണ്ടായിരുന്നിടത്തോളം ഞങ്ങൾ ഭയങ്കര കുട്ടിക്കളിയും ഈ പറയുന്ന സാധനങ്ങളും ഈ പറയുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. ഭയങ്കര ഇന്നസെന്റ് സാധനങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അത് എനിക്കറിയില്ല, അത് ഭയങ്കര മേ ബി ആൾക്കാർക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴത്തോളം അച്ഛൻ ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അമ്മ ഇതെങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്?
ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഒരു പരിധി വരെ ഒരാളെയൊക്കെ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ് ഇത്. കാരണം ഒരാളെ മേയിച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ അനുസരിക്കില്ല, എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് അതേ അച്ഛൻ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ചില സമയത്ത് ഞങ്ങളിങ്ങനെ അച്ഛനെ ഇരുത്തിയിട്ട് ഞാൻ അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞ് അച്ഛൻ പറയുന്ന സാധനങ്ങൾ ഞങ്ങളങ്ങോട്ട് തമാശയായിട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അമ്മയ്ക്കും അച്ഛനുണ്ടായിരുന്നിടത്തോളം എനിക്ക് തോന്നുന്നൊരു 15 വർഷത്തോളം അമ്മ അച്ഛനെ നോക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അമ്മയ്ക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അച്ഛനെയാണ്. കാരണം ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര അമ്മയ്ക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ലൈഫിൽ ഇത്രയും കാലം അമ്മ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അമ്മ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങണം. ഇപ്പം എനിക്കും വീട്ടിൽ നിൽക്കാൻ അത്രയും പറ്റില്ല, ചേച്ചിക്കും വീട്ടിൽ നിൽക്കാൻ അങ്ങനെ പറ്റുന്ന ഒരാളല്ല. അപ്പം നമ്മൾ നമ്മുടെ ജോലി ചെയ്താലേ ഈ പറയുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. അപ്പം ബെറ്റർ അമ്മ അത് ശീലിക്കണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഇപ്പോഴും പറയുമ്പോൾ അമ്മ പറയും ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതിന് ഞങ്ങൾ തന്നെ അമ്മേനെ ഒറ്റയ്ക്ക് നിർത്തി ശീലിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഞങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം അമ്മ എപ്പോഴും പറഞ്ഞു ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു? ഞാൻ അമ്മ ഞാനൊക്കെ എനിക്കൊന്നൊരു 15 വയസ്സ് മുതലൊക്കെ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കാരും കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അമ്മയോ അച്ഛനോ ചേച്ചിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചു, പക്ഷെ അമ്മ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ സാധനത്തിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യം. അച്ഛൻ ഉണ്ടായിരുന്നിടത്തോളം അച്ഛൻ കൂട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പം സിനിമ കാണാനും അല്ലെങ്കിൽ സീരിയൽ കാണാനും ഒക്കെ അമ്മയ്ക്ക് അച്ഛൻ കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ളതാണ് അമ്മയുടെ പ്രധാന പ്രശ്നം. അച്ഛൻ ഈസ് ഓൾവേസ് എഹെഡ് ഓഫ് ഹിസ് ടൈംസ് അല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് 2 പേർക്കും അമ്മയുടെ പേര് വെച്ചിട്ട് പേര് രജിസ്റ്റർ ചെയ്യുക, അതൊരു ചെറിയ സ്റ്റെപ്പല്ല. അത് അന്നത്തെ ആണുങ്ങൾ അങ്ങനെ ചെയ്യത്തുമില്ല. അച്ഛൻ എന്തോ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചിരുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ട് അത് ചെയ്തു എനിക്കത് മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. എന്തുകൊണ്ട് അച്ഛൻ വിമൽ എന്നുള്ള പേര് സർനെയിമായിട്ടിട്ടു, വിമലാദേവി അല്ലേ? ഞാനിപ്പോഴും ഇപ്പം അധികം ആൾക്കാരും പേരിൻ്റെ കൂടെ അമ്മയുടെ പേരിടുമ്പം ഞാൻ പറയും ഇതൊക്കെ പണ്ടേ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയില്ല, അച്ഛന് ഇഷ്ടം അമ്മയുടെ പേര് വെക്കാനായിരുന്നു. അച്ഛൻ്റെ വാശിക്കാണ് അവളുടെ പേര് അഖില വിമലിനും എൻ്റെ പേര് നിഖില വിമലിനും വെച്ചത്. അച്ഛൻ തന്നെ അതെല്ലാവരുടെ അടുത്തും പറയുന്നത് വിമലയുടെയാണ് വിമൽ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ല, അച്ഛൻ അതായിരുന്നു ഇഷ്ടം, അമ്മയുടെ പേരിൽ മക്കൾ അറിയപ്പെടട്ടെ എന്നായിരുന്നു അച്ഛൻ പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അമ്മല്ലേ അമ്മയെ ലോകം കാണിച്ചതും അമ്മ എന്തെങ്കിലും ഇപ്പം ആയിട്ടുണ്ട്, അമ്മ എന്നൊരു 4 പേര് അറിയുന്ന ഒരാളായിട്ട് അമ്മ നിൽക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ കാരണം അച്ഛൻ മാത്രമാണ്. എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഭീകരമായിട്ട്. അച്ഛന് അമ്മയോട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നൊരു സാധനമൊക്കെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അച്ഛന് അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം എന്നെ അമ്മ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്തോട് പോയി പറയാം, അച്ഛൻ അമ്മയെ വഴക്ക് പറയുന്നൊക്കെ. അപ്പം അച്ഛൻ ഞാൻ പറയുന്ന പോലത്തെ വഴക്കൊന്നും അച്ഛൻ പറയില്ല. ഞാൻ പറയും ഇന്നത് പറയും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അതിനെ മാറ്റി കൺവേർട്ട് ചെയ്ത് അങ്ങനെ പറയുമായിരുന്നു. അച്ഛൻ അങ്ങനെ അമ്മയെ വേദനിപ്പിക്കണം എന്ന് ഈ പറഞ്ഞ നമ്മൾ ലാസ്റ്റ് 15 വർഷത്തിനിടയ്ക്ക് അച്ഛൻ അമ്മയെ വേദനിപ്പിക്കണം എന്നുള്ളൊരു സാധനത്തിനകത്ത് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നില്ല ഇത്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിൽ കവിഞ്ഞിട്ട് അച്ഛൻ അമ്മയെ ഹേർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ 15 വർഷത്തിനിടയ്ക്ക്. പക്ഷെ അച്ഛൻ പോയി കഴിഞ്ഞപ്പം അച്ഛൻ ഉണ്ടായിരുന്നപ്പം നല്ലതായിരുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഉണ്ടായ സമയത്ത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഇപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എപ്പോൾ വരും എന്നറിയില്ല, എന്ത് വരും എന്നറിയില്ല, നമുക്ക് പേടിയാണല്ലോ എപ്പോഴും. അത് മറന്നു പോവോ ഉണ്ടായിരുന്നു. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിലുള്ള കാര്യങ്ങൾ അച്ഛൻ മറന്നു. പഴയതൊക്കെ അച്ഛന് ഭയങ്കര ഓർമ്മയായിരുന്നു. ഈ എക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളതും ആ സമയത്ത് ചെയ്തിട്ടുള്ള വീരവാദങ്ങളൊക്കെ അച്ഛന് ഭയങ്കര ഓർമ്മയുണ്ടായിരുന്നു. പുതിയത് പെട്ടെന്ന് ചോദിക്കുന്ന ചില സാധനങ്ങളൊക്കെ ചിലത് മറന്നു പോകും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തത് നമ്പർ അടക്കം ആരെ കണ്ട എവിടെ നിന്ന് കണ്ടു ഇതൊക്കെ അച്ഛന് എല്ലാവരുടെ ഫോൺ നമ്പർ അച്ഛൻ കാണാതെ അറിയായിരുന്നു. അതുപോലെ ഭാഷ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭാഷ ഈ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് ലിറ്ററൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നതും ഒക്കെ. അതിതീക്ഷ്ണമായ ചൂടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ വൈകിയത് എന്ന് അങ്ങനെയൊക്കെയാണ് അച്ഛൻ ചിലപ്പോൾ സംസാരിക്കും. അപ്പം ഞങ്ങളൊരു സാധാരണക്കാരെ പോലെ സംസാരിക്കും, അതാ നല്ലത് എന്ന് പറയും.
ഈ ഭയങ്കരമായി ഈ വയ്യാതിരുന്ന സമയത്തും ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു. പക്ഷെ കണക്ഷൻ ഇല്ലാത്ത സാധനങ്ങളാണ് എഴുതുന്നതെന്നുള്ളത് കൊണ്ട് നമ്മളതിനൊന്നും പബ്ലിഷ് ചെയ്യാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ അപ്പോഴും കാര്യമായിട്ട് എഴുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നിഖിലയിലുണ്ടോ ഈ എഴുത്ത്? എനിക്കുണ്ടായിരുന്നു. ചേച്ചിയാണ് കൂടുതലായിട്ട് എഴുത്തിലേക്കും ഈ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയത്. ഞാൻ സിനിമ ചെയ്യാനൊക്കെ തുടങ്ങിയ പിന്നെ ഞാൻ അതങ്ങോട്ട് വിട്ടു. ഞാൻ എഴുതുമായിരുന്നു, നന്നായിട്ട് തന്നെ എഴുതുമായിരുന്നു. പക്ഷെ അത് ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് എങ്ങനെ എഴുതും എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അതെനിക്കൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിനകത്ത് അഖിലയാണ് ഒരു പക്ഷേ ഈ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയും എല്ലാ പ്രശ്നങ്ങളിലൂടെയും നിങ്ങൾ പോകുമ്പോഴും നിങ്ങളത് വളരെ ലൈറ്റ്ലി നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ അഖിലയായിരിക്കും അമ്മയ്ക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഉറപ്പോടെ കൂടെ നിന്നിരുന്നത്. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. കാരണം നിഖില കുഞ്ഞായതുകൊണ്ട് കുറേയൊക്കെ പ്രൊട്ടക്റ്റഡ്. അതായത് ഇതിൽ ഏറ്റവും എഫക്റ്റ് ആയിരിക്കുന്നത് എന്നെക്കാട്ടിലും അമ്മയെക്കാട്ടിലും എഫക്റ്റ് ആയത് അവൾക്കാണ്. കാരണം അവൾ അച്ഛൻകുട്ടിയായിരുന്നു ഭയങ്കരമായിട്ട്. അച്ഛനാണ് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്, അച്ഛനാണ് അവൾക്ക് ഈ പറയുന്ന ലോകം കാണിച്ചു കൊടുത്തിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ. ഏറ്റവും എഫക്റ്റ് ആയത് അഖിലയാണ്. അതായത് അച്ഛൻ്റെ വീഴ്ചയിലും അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ എഫക്റ്റ് ആയിരിക്കുന്നത് അവൾക്കാണ്. അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് അവൾക്കത് റിയലൈസ് ചെയ്യാൻ കുറച്ചധികം സമയമെടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അച്ഛൻ മരിച്ചിട്ട് ഈ റീസെൻ്റ്ലി ആണ് അവള് ഈ ഫാദേഴ്സ് ഡേക്കാണ് അവൾ അന്ന് എഴുതി വെച്ച അച്ഛനെ പറ്റി എഴുതി വെച്ച കാര്യം അവൾ ഇപ്പോഴാണത് പോസ്റ്റ് ചെയ്ത് അന്ന് അവൾ എന്നെ വിളിച്ച് കുറേ കരഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് അവൾക്ക് ആ സമയത്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അവളാണ്. കാരണം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അവളാണ്. ഞാൻ എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും എനിക്കറിയാം അവളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ മുന്നും പിന്നും നോക്കാതെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരാളാണ് അവൾ. അപ്പം അവൾക്ക് ഈ പറയുന്ന ഒരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും മേ ബി അച്ഛൻ്റെ അടുത്ത് നിന്നായിരിക്കും. ഞാൻ എല്ലാത്തിനും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്ത് തന്നെയാണ്. മേ ബി ഞാൻ പല ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാലും ഈ അവസാനം അവളുടെ അടുത്തുനിന്നൊരു അഭിപ്രായം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവളാണ് ഇതിൽ ഏറ്റവും എഫക്റ്റ് ആയതും ഈ പറയുന്ന അച്ഛൻ്റെ എല്ലാ സാധനങ്ങളിലും. കാരണം എനിക്ക് അത്രയും അറിവാവുന്നതിന് മുന്നേ അച്ഛന് വയ്യാണ്ടായല്ലോ. അപ്പം അവളുടെ ലൈഫിലാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരാളുടെ വീഴ്ച ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവൾക്കാണ്. എനിക്ക് അങ്ങനെ അച്ഛൻ വീണു, അച്ഛന് വയ്യ, അച്ഛനെ നോക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് അച്ഛൻ്റെ കാര്യങ്ങൾ അവള് ഭയങ്കര കെയർ ചെയ്യണതൊക്കെ അവള് സ്റ്റോപ്പ് ചെയ്തു. അച്ഛൻ അവൾ അങ്ങനെ ഒരു ബ്ലോക്ക് എപ്പോഴും കൊണ്ടു നടന്നു. എനിക്ക് തോന്നുന്നു അത് ബ്രേക്ക് ആയത് വളരെ റീസെൻ്റ്ലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിതൊന്നും ഡീൽ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫണ്ട് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിനെന്താണോ ചിലവാകുക എന്നുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എനിക്കിതൊക്കെ കുറച്ചുകൂടെ ടെൻഷനുള്ള കാര്യമാണ്. ഈ പറയുന്നതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അവളാണ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നതും ഈ പറയുന്ന സാധനങ്ങൾ ചെയ്യുന്നതും എല്ലാം അവളാണ്. അപ്പം അച്ഛൻ മരിച്ച സമയത്ത് അവൾക്കും അമ്മയ്ക്കും കോവിഡ് ആയിരുന്നു. അമ്മയ്ക്ക് ആയിരുന്നു ആദ്യം കോവിഡ് വന്ന്. അമ്മയെ കാണാൻ അച്ഛൻ വാശി പിടിച്ചിട്ട് ഞങ്ങളറിയാതെ അച്ഛൻ പോയി കണ്ടിട്ട് വീട്ടിലെല്ലാവർക്കും കോവിഡ് ആയിരുന്നു. എനിക്കായിരുന്നു തൊട്ട് മുന്നേ കോവിഡ് വന്ന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3 മാസത്തേക്ക് പിന്നെ വരില്ലല്ലോ. അപ്പോൾ എനിക്ക് മാത്രം കോവിഡില്ല, ഇവർക്കൊക്കെ കോവിഡ് ആയിരുന്നു. പക്ഷെ അച്ഛന് വയ്യാതായപ്പോൾ തന്നെ നമ്മൾ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം വീട്ടിൽ പോസിബിൾ അല്ല, കാരണം തീരെ വയ്യ എന്നുള്ളതുകൊണ്ട്. അപ്പം അച്ഛന് ന്യൂമോണിയ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇൻഫെക്ഷനായിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അച്ഛൻ മരിക്കുമ്പം ഞാനേ ഉള്ളൂ, അമ്മയ്ക്ക് വയ്യ, ചേച്ചിക്കും വയ്യ. അപ്പോൾ അതൊരു ഭയങ്കര അവസ്ഥയായിരുന്നു. കാരണം ഞാനിതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ യൂഷ്വലി മരിച്ച വീട്ടിൽ പോയി എന്നെ അന്വേഷിച്ചിനെ അമ്മ ഇറക്കി വിടും. കാരണം ഞങ്ങൾക്ക് മരിച്ച വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ആൾക്കാർ കരയുന്നതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിരി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്മ യൂഷ്വലി ഇറക്കി വിടും. വരണ്ട, കല്യാണ വീട്ടിൽ മരിച്ച വീട്ടിൽ പോകണ്ടെന്നൊക്കെ പറയും. കാരണം പെട്ടെന്ന് ആൾക്കാർ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ആൾക്കാർ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഞാനും ഇവളും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് അറിയാതെ ചിരിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം മരിച്ച വീട്ടിലൊന്നും ഞാൻ പോയിട്ട് പോലുമില്ല. അപ്പോൾ ഇവളില്ല. അച്ഛൻ്റെ ബോഡി കൊണ്ടുവന്ന ആംബുലൻസിലാണ് ഇവളെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും ചെയ്ത് ശരിയില്ല, ഇതൊന്നും എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കോവിഡ് ആണല്ലോ. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല, ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഈ പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം അച്ഛൻ്റെ ബോഡി എടുത്തത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ പാർട്ടിയിലുള്ള കുറച്ച് ചേട്ടന്മാരും പിന്നെ ഞാനും ഒക്കെ കൂടെ പോയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനാണ് ബോഡി കത്തിക്കുന്നത്. അവളാണല്ലോ ജനറലി ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ചെയ്തു. 5-ാമത്തെ ദിവസം ഈ പറയുന്ന അസ്ഥി എടുക്കാൻ പോണതും ഞാനാണ് പോകുന്നത്. കാരണം അറിയില്ല, കാരണം ഇതൊന്നും എനിക്ക് ചെയ്ത് ശീലമില്ല. ഞാൻ എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വരുമോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കോവിഡ് ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് വരാൻ. അപ്പം നോക്കുമ്പോൾ ഇത് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അച്ഛൻ മരിച്ച ശേഷം ഞാൻ കുറേ സാധനങ്ങൾ ലൈഫിൽ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവരൊന്നും നമുക്ക് ഒരാവശ്യമുള്ളപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്ത ഒരു സാധനമാണ്. അമ്മ എപ്പോഴും പറയും നമുക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ ചിലപ്പോൾ ഫാമിലിയും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടും പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ആരുടെയും അപ്രൂവലിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഓക്കെ ഇതെൻ്റെ ശരി എന്താണോ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള സാധനത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുവരെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ശരിക്കൊരു ഷിഫ്റ്റായിരുന്നു, ഭയങ്കര ഷിഫ്റ്റായിരുന്നു. അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഷിഫ്റ്റായിരുന്നു. കാരണം ഒരു 7-8 ദിവസം കരയാൻ പറ്റണില്ല. കാരണം ഞാൻ കരഞ്ഞ അമ്മ കരയുന്നുള്ളതുണ്ട്, അമ്മയെ നോക്കണം എന്നുള്ളതുണ്ട്. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, ഞാനും ഉണ്ട്. അപ്പം അനുഭവിച്ച് തിരിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ കരയണത്. അതുവരെ എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കരയാറുണ്ട്, പക്ഷെ അതൊരു ബേസ്റ്റ് ഔട്ട് എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തിയത് അത്ര ദിവസം കഴിഞ്ഞിട്ടാണ്. അത് അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞ ഉടനെ എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങി, മധുരത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പം അങ്ങനെ തുടങ്ങിയപ്പം പെട്ടെന്ന് അതിലേക്ക് കയറിയപ്പം കുറച്ച് ദിവസം ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേറൊരു തരം അവസ്ഥയാണ്. കാരണം അവിടെ ഇത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇതിങ്ങനെ കിടക്കണമുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഷൂട്ടിംഗ് പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് ഭീകര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. എനിക്ക് അച്ഛൻ മരിച്ച 14-ാമത്തെ ദിവസം മറ്റേ ഞാൻ ഷൂട്ടിന് പോയി. അതൊരു ആരും അറിഞ്ഞില്ല നിഖില ഇല്ല ഇത്രയും പെയിനിലൂടെയാണ് ഇല്ല. അത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാനിത് പറയാറില്ല, കാരണം ഈ പറയുന്നത് ഞാൻ കരയുന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും നിഖില കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, നിഖില കുറേ പുറം ലോകത്ത് നിഖിലയുടെ ഉള്ളിലുള്ള വേദനയോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒന്നും നിഖില ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയല്ല. എല്ലാം സ്വയം പ്രാപ്തിയുണ്ട്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ഇത് ഈ കുട്ടിക്കാലം മുതൽ ജോലി ചെയ്ത് ജീവിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അങ്ങനെ ആ പണിയെടുത്തുകൊണ്ടാണോ നിഖില ഇങ്ങനെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പറയുന്ന പോലെ കുറേ കൂടെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെക്കാട്ടിലൊക്കെ കുറേ കൂടെ ഒക്കെ മെച്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു. കുറേ കൂടെ ലോകം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളും. അപ്പം എനിക്ക് പൈസയുടെ വാല്യൂ നന്നായിട്ട് അറിയാം. ഈ പറയുന്ന ഒരു ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉള്ളത് കൊണ്ടായിരിക്കണം. പിന്നെ ഞാനിതിനെ എൻ്റെ ലൈഫിലെ എല്ലാ സാധനങ്ങളെയും ഞാൻ ഭയങ്കര കോമഡി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതാകുമ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാനും നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോലും ഞാനും ചേച്ചിയും ചിരിച്ചിട്ട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. അത് ഇപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള പല സാധനങ്ങളും പറയുമ്പോഴും ഞാനും അവൾ ചിരിക്കും. പക്ഷെ കുറേ അങ്ങനെ എല്ലാം ഞാനതിനെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡായിട്ട് കാണാൻ തുടങ്ങി. ഞാൻ വഴി അവരെല്ലാവരും അതിനെ ഞാൻ ഒന്നും ആരെ എഫക്റ്റ് ചെയ്യുന്നത് പോലെ പറയാതെ എല്ലാം കോമഡി ആയിട്ട് പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ പറഞ്ഞ് അവർക്കൊക്കെ ഇപ്പം അതൊരു ശീലമായി. അതായത് ഇപ്പം പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാനും ചേച്ചിയും ചിരിക്കാൻ തുടങ്ങും. അത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അതിനെ ശീലിച്ചു എന്നുള്ളത്. എപ്പോഴും ഒരു ഫിയർലെസ്നെസ് ഉണ്ട് അബൌട്ട് നിഖില. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പേടിയില്ല, ആരെയും അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇൻ ഓൾ യുവർ ഇൻ്റർവ്യൂസ്. ഈ പേടിയില്ലായ്മയും ഈ ഒരു പേഴ്സണാലിറ്റിയും എല്ലാം വന്നത് ഈ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ സിനിമ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളിലൊന്നൊക്കെയാണ് ഇതും. പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ
ആരെയും വലിയ പേടിയില്ല. എനിക്കങ്ങനെ ഒരാളെ പേടിച്ച് ജീവിക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് ഇല്ല. എനിക്ക് ഒരാളോട് ഒരു പരിധിയിൽ കവിഞ്ഞ ബഹുമാനവും ഞാൻ ആരുടെ അടുത്തും കാണിക്കാറില്ല. എനിക്ക് ആൾക്കാരോട് ഇഷ്ടമാണ് ഉള്ളത്. എനിക്ക് ഒരുതരം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ ആ റെസ്പെക്റ്റ് കാണിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവരോടും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടേ സംസാരിക്കാറുള്ളൂ. എനിക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ ഒരാൾക്ക് റെസ്പെക്റ്റും കൊടുക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവരെയും ഞാൻ ബർഡൻ തന്നെയാണ് മറ്റേ ആൾക്കും ബാധ്യതയാണ്. നമുക്കും ഇയാൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് ഞാൻ എത്തിക്കാറേയില്ല. ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പേടിയില്ലാതെ തന്നെ പറയാറുണ്ട്. എനിക്ക് ആരെയും പേടിക്കണം തോന്നിയിട്ടില്ല. ഇപ്പം സിനിമയിൽ പറയുകയാണെങ്കിൽ എല്ലാവരും പറയും മമ്മൂക്കേനെ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയും. എനിക്ക് പുള്ളിയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൽ കവിഞ്ഞിട്ട് ഒരു പേടിയോ അങ്ങനെ ഒന്നും എനിക്ക് മൂപ്പരുടെ അടുത്ത് തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യം എന്നെ ഇവരൊക്കെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പം പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പുള്ളി ചെയ്യുന്ന ഓരോ സാധനങ്ങളും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അത് മൂപ്പരുടെ ക്വാളിറ്റിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ഭയങ്കര എനിക്ക് ആരെയും പേടിയില്ല. ആ കാര്യത്തിൽ എനിക്ക് ഒരാളെയും പേടിക്കില്ല ഒരു കാര്യം പറയാൻ. ഇൻഡസ്ട്രിയിൽ വരുന്ന കുട്ടികളോട് പെൺകുട്ടികളോട് ഇത്രയും വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ ബേസിസിൽ ഒരു കാര്യം അതെപ്പോഴും മനസ്സിൽ വെക്കണം എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കും നിഖില? പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചേച്ചി സിനിമയിൽ. കാരണം ഇത് പെട്ടെന്ന് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് സംഭവിക്കും. പെട്ടെന്ന് പറയുന്ന പോലെ ഫെയിം കിട്ടും, പെട്ടെന്ന് ഈ പറയുന്ന പോലെ അറ്റൻഷൻ ഉണ്ടാവും, പെട്ടെന്ന് ഈ പറയുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് വരും, എക്സ്പോഷർ വരും, ചുറ്റും കുറേ ആൾക്കാർ വരും, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് അത് കിട്ടില്ല. ഇപ്പം ഞാൻ കാണുന്ന ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയാണല്ലോ. ആരും ഒരു ചാൻസ് കിട്ടി ആരും വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്. ഒരു ഫെയിം കിട്ടണതോ ഒരു അറ്റൻഷനോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേഷ്യൻസ് വേണം. ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് ഈ പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭീകര പേഷ്യൻസ് ഉണ്ട്. കാരണം 18 വർഷത്തോളമായി ഞാൻ സിനിമയിൽ. അപ്പോൾ അത്രയും സമയം ഞാൻ സിനിമയിൽ നിൽക്കാമെന്ന് പറയുമ്പം ഞാൻ ഒന്നും ആവാതിരുന്ന സമയങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ ആയിട്ടുള്ള അവസ്ഥയിലുള്ളൊരു സമയമുണ്ട്. ഇതിൻ്റെ മേ ബി ചിലപ്പോൾ ഞാൻ എക്സ്ട്രീം പോയേക്കാം, ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ താഴ്ന്നു പോയേക്കാം, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു ലോജിക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവർ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ. അയ്യോ ആ സിനിമ എനിക്ക് അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അവർ ഉടനെ ഷിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് താമസിക്കാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇതിനെ ബേസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് വേറൊരു ഇപ്പം വരുന്ന ആൾക്കാരോട് പറയുന്ന ഒരു ബാക്കപ്പ് കരിയർ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉണ്ട്. കാരണം ഇത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു സ്പേസൊന്നും അല്ല ഇത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പാരലലി കൊണ്ടുപോകാൻ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് ഈ പേഷ്യൻസ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ട്രെങ്ത് ഒക്കെ ആ പറഞ്ഞ കാര്യം കൊണ്ട് കിട്ടും. നിഖിലേക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണോ നിഖില അത് പറയുന്നത്? കാരണം ബാക്കപ്പ് കരിയർ എന്ന് പറയാൻ എനിക്ക് സിനിമ അല്ലാതെ ഇപ്പം വേറൊന്നും എനിക്ക് ചെയ്യണം. മേ ബി ഞാൻ ഡാൻസ് പെർസ്യൂ ചെയ്യായിരിക്കാം. പക്ഷെ വേറെന്തെങ്കിലും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കുറേ സമയത്ത് ഈ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട്. എന്തായിരുന്നു ചെയ്യുക, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ചില സമയത്ത് കോവിഡിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും അതുണ്ടല്ലോ. അപ്പം ആ സാധനം ഇപ്പോൾ കരിയറിൽ നന്നായി നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഉണ്ട്. ഇപ്പം ഞാനടക്കമുള്ള എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ അരക്ഷിതാവസ്ഥയുണ്ട്. നാളെ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയുണ്ട്. അത് അവരും അവരുടെ കരിയറിൽ ഏറ്റവും നല്ല സിനിമകളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്തും ആയിരിക്കും അത് തോന്നുന്നുണ്ടാവുക. അത് ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. എല്ലാ സമയത്തും എല്ലാവർക്കും ഇവിടെ അവസരമില്ല. പണ്ട് കുറച്ചുകൂടെ കുറവ് ആൾക്കാരാണ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഓരോ പുതിയ സിനിമയിൽ ഓരോ പുതിയ നായികമാർ വരും, അല്ലെങ്കിൽ പുതിയൊരു ആർട്ടിസ്റ്റ് വരും. ഇവർക്കൊക്കെ അവസരം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പിടിച്ചു നിൽക്കാൻ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതുണ്ട്. കിട്ടുന്ന അവസരങ്ങൾ അത് ചെറിയ സിനിമകൾ, അത് വലിയ സിനിമകളിൽ ചെറിയ റോളുകളാണെങ്കിലും ചെയ്യുക. ആ പറയുന്ന കാര്യത്തിലേക്കൊക്കെ അവരെത്തുക എന്ന് പറയും. കാരണം കുറേയും കൂടെ ആക്സസിബിലിറ്റി വരും. ഇവർ ഇന്ന തരത്തിലും ക്യാരക്ടേഴ്സ് ചെയ്യുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കപ്പെടും, എന്നല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പിടിച്ച് നിർത്തും. ആ ഒരു സാധനം എപ്പോഴും സിനിമയിലുണ്ട്.
ഞാൻ ഒരു PR വർക്കും സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പൈസ മുടക്കിയിട്ട് എൻ്റെ PR അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഏറ്റവും അധികം ചെയ്യുന്നത് അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കെന്തോ ഒരു കഴിവുള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. എന്നോട് എല്ലാ കാലത്തും എല്ലാവരും സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് PR ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, എല്ലാവരും അറിയപ്പെടണം, എല്ലാ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ 18 വർഷമായിട്ട് സിനിമയിൽ നിൽക്കണേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഔട്ടായി പോയേനെ. അപ്പം ഭയങ്കര പേഷ്യൻസും ഭയങ്കര സാധനങ്ങളും ഉണ്ടെങ്കിൽ ഇതിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് കരിയർ ഉണ്ട് ഇതിൽ. മേ ബി നിങ്ങൾക്ക് നായികയായിട്ട് തന്നെ അഭിനയിക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ക്യാരക്ടർ റോൾസ് ശ്രദ്ധിക്കപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നിഖിലേക്ക് അപ്പം ഇത്രയും അനുഭവങ്ങളിലൂടെ പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കരിയറിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് സ്നേഹം, പ്രണയം, റിലേഷൻഷിപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയോ ഒരു തോട്ടോ ഉണ്ടോ? എനിക്ക് എപ്പോഴും തോന്നണ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ പറഞ്ഞത് കേട്ട് എനിക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറഞ്ഞ അച്ഛനായിരുന്നു വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്ന ഒരാൾ. അച്ഛനെ ഞങ്ങൾ പറഞ്ഞനുസരിപ്പിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ. അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ സൗകര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കളയുമോ എന്നുള്ളൊരു പേടി ഇരിക്കുന്നുണ്ട്. അത് എനിക്ക് കൂടുതലാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു സാധനത്തിനകത്ത് ഇൻഡിപെൻഡൻസ് കൂടുതൽ ഉണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളൊരു സാധനം എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സാധനത്തിനോടോ അല്ലെങ്കിൽ ഞാൻ രാത്രി വരുന്നതോ, അല്ലെങ്കിൽ സിനിമയുടെ പാറ്റേൺ അങ്ങനെയാണ്. ചിലപ്പോൾ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടാവും, നമ്മൾ 3 മണിക്കും 4 മണിക്കായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ മെയിൽ ആൾക്കാരുടെ കൂടെ ആയിരിക്കും. സോ ഇതൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരാൾ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓക്കെ ആവില്ല ഒരിക്കലും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ചിലപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാരോ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയോ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നത് വരെ ഞാൻ അവർ മോശമാണെന്ന് വിചാരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ തരത്തിൽ അവരെ ജഡ്ജ് ചെയ്യില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കത് അവർ മോശമാണെന്ന് ഫീൽ ചെയ്താൽ പിന്നെ ഞാൻ അവരുമായിട്ടുള്ള ഡീലിങ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ്. ചിലപ്പം എനിക്കങ്ങനെ വലിയ ദേഷ്യം, വലിയ മറ്റേ വെറുപ്പും സാധനങ്ങളൊന്നും ചിലപ്പോൾ അവരോട് ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഞാൻ ചിലപ്പം കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യും എന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ അവരെ ഞാൻ ദ്രോഹിക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ അതെനിക്ക് ഇതല്ല. അപ്പം എനിക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഉണ്ടാകുന്ന ഒരു തോന്നൽ, മേ ബി അവർ അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്കാരായിരിക്കും നമുക്കറിയില്ലല്ലോ. അപ്പം എല്ലാ ആൾക്കാരും നമ്മളടുത്ത് കണ്ട് നമ്മളടുത്ത് സംസാരിക്കുന്നത് വരെ ചിലപ്പോൾ നൈസായിരിക്കാം. അത് കഴിഞ്ഞിട്ട് മേ ബി അങ്ങനെ അല്ലാതെ ആൾക്കാരുണ്ടാവും. അപ്പം ഇവരെയൊക്കെ എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് എനിക്കല്ല. മേ ബി ഞാനത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്. ബിക്കോസ് ഇതുപോലെ യങ്, ബ്യൂട്ടിഫുൾ, ടാലൻറ്റഡ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു റൊമാൻസോ അല്ലെങ്കിൽ ഒരു മാരേജിനുള്ള സ്കോപ്പോ സ്പേസോ ഇല്ല ഈ ഒരു പേടിയുടെ പേരിൽ. അങ്ങനെയില്ല, എനിക്കിതിനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പക്ഷെ എനിക്കെപ്പോഴും ഈ പറയുന്ന പോലെ എന്നൊരാൾ ഇഷ്ടമാണെന്ന് നേരത്തെ പറഞ്ഞ സാധനം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. ഇവരെന്ത് കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ശരിക്കുള്ള ഞാൻ ഇങ്ങനെയൊന്നും അല്ലാന്നൊക്കെ എനിക്ക് ചിലപ്പം തോന്നിക്കളയും. അതേ ഉള്ളൂ. റിലേഷൻഷിപ്സും സാധനങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര നല്ല റിലേഷൻഷിപ്സും സാധനങ്ങളും ആയിരുന്നു. ഈ പറയുന്ന പേടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് മേ ബി ഞാൻ പറഞ്ഞ അത്രേ ഉണ്ടാവുള്ളൂ, ആ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പം അതൊരു മേ ബി അങ്ങനെ ആയിപ്പോയാലോ എന്നൊരു സാധനം ഉണ്ട്. ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള അമ്മയും മക്കളും 2 മക്കളുമായിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ അവിടെ അച്ഛനും ഫെമിനിസ്റ്റ് ആണ്. ഈ ഒരു എൻവയൺമെന്റ് അച്ഛനും 2 മക്കളും ഫെമിനിസ്റ്റ് ആണ്. അമ്മ ഫെമിനിസ്റ്റ് അല്ല തീരെ. അമ്മ മറ്റേ നാട്ടുകാരെന്ത് പറയും, അമ്മയുണ്ട് അമ്മയ്ക്ക്. അപ്പം അച്ഛനും മക്കളും ഈ ഒരു ഫെമിനിസ്റ്റ് എൻവയൺമെന്റിൽ വളർന്നു വരുമ്പോൾ നിഖില സ്വയമേ ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതായത് ഞാൻ ഫെമിനിസ്റ്റ് ആണ് ചേച്ചി. പക്ഷെ ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റി വിചാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരാളായിരിക്കില്ല.
എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഇതും ഒക്കെ ഉണ്ട്. ഞാനൊരു പ്രിവിലേജ്ഡ് ഫെമിനിസ്റ്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, ഇവരൊരു ഫെമിനിസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെ ഭയങ്കര റോങ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഫെമിനിസ്റ്റിനെ പറ്റിയിട്ട്. അതല്ല ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റും അതല്ല. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കും അവരാ പറയുന്നത്. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം നിങ്ങൾ ഫെമിനിസ്റ്റ് ആവാനും പാടില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന മൊത്തം സൊസൈറ്റിയോടുള്ള ഒരു കൺസേണിനകത്ത് അത് വരുന്നതാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഒരാൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് സ്ട്രോങ് ആവുന്ന വുമൺ ഉണ്ടാവും. അവർ സ്ട്രോങ് ആണ്, അവർ ഫെമിനിസ്റ്റ് ആയിരിക്കില്ല. അവരുടെ ലൈഫിൽ അവർ സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ എടുക്കുന്നതായിരിക്കും. അവർക്ക് വേറൊരാളെ ലൈഫിനെ മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇവിടെ ഉള്ള ആൾക്കാർ കുറേ അധികം ഫെമിനിസ്റ്റ് ആണെന്ന് പറയും നമ്മൾ കാണുന്ന ആൾക്കാർ മേ ബി അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ ഫെമിനിസ്റ്റ് ആണ്, എനിക്ക് ആണുങ്ങളോടൊക്കെ ദേഷ്യമാണ്, അങ്ങനെ ഒരു ഫെമിനിസ്റ്റും എനിക്ക് തോന്നുന്നില്ല ആണുങ്ങളോട് ദേഷ്യമാണ്, ആണുങ്ങളോട് കോവർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരിക്കും എന്നൊക്കെ. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മേ ബി അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസിൽ നിന്നായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പം ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കല്ല. ഞാൻ എൻ്റെ സങ്കല്പത്തിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ എല്ലാവരുടെയും ഇതിൽ വെച്ച് നോക്കുമ്പോൾ മേ ബി ഞാൻ ആയിരിക്കില്ല. എൻ്റെ സങ്കല്പം എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും എനിക്കറിയാവുന്ന ഫെമിനിസം വെച്ച് നോക്കുമ്പോഴും ഞാൻ ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അവർ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ആവുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊരു അഭിപ്രായം പറയുന്നത് ഇപ്പം ഈ പറയുന്നത് പോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മേ ബി ഞാനൊരു സ്ത്രീ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു സ്ത്രീ അഭിപ്രായം പറയുന്നതേ ഇവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കാര്യം പറയുന്നത് ചിലപ്പം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ഈ പറയുന്നത് കുറ്റം പറയുന്നതും അവർക്ക് എന്തറിയാം എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും. എനിക്കെന്തറിയാമെന്ന് ഈ പറയുന്ന ഒരാൾക്കും അറിയില്ല. എനിക്കെന്തറിയാമെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ലെങ്കിൽ എന്നെ ചുറ്റിലുള്ള ആൾക്കാർക്കറിയാം എനിക്ക് എത്രത്തോളം അതിനെ പറ്റിയിട്ട് വിവരം ഉണ്ട് എന്നുള്ളത്. അല്ലാതെ പുറത്ത് കാണുന്ന ഒരാൾ ഞാൻ എന്തിൻ്റെ ബേസിസിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പല ഇഷ്യൂസിൻ്റെ ബേസിസിലും ഈ പറയുന്ന ചർച്ചകൾക്കൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയുന്നത് എനിക്കതിനെപ്പറ്റി പറയാൻ കൃത്യമായ പോയിന്റ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനെ പറ്റിയിട്ട് ആ സെൻസിൽ സംസാരിക്കാത്ത ഒരു സബ്ജക്റ്റിൽ ഞാൻ അതിനെ പറ്റിയിട്ട് വന്ന് നിങ്ങളുടെ ചാനലിന് കണ്ടന്റ് തരാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കണ്ടന്റ് തരാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ റെഡിയല്ല. എനിക്ക് ഈ പറയുന്ന ഈ മുസ്ലിം കല്യാണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ പറയുന്ന ബീഫിൻ്റെ വിഷയത്തിലാണെങ്കിലും എനിക്ക് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം എനിക്ക് കൃത്യമായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞോണമെന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് അവിടെ പോയിരുന്നൊരു ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഇതിനാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ട്, അത് നിങ്ങൾ പറയുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൻ്റെ പുറത്ത് ഞാൻ ഇതാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങളൊന്നും മേ ബി ഞാനായിരിക്കില്ല. അത് അങ്ങനെയല്ല. എനിക്ക് ഇപ്പം എൻ്റെ മറ്റേ നിലപാടിൻ്റെ രാജകുമാരി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് നിലപാടുണ്ട്, എനിക്ക് എല്ലാവർക്കും നിലപാടുണ്ടായിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരിക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതിപ്പം CPM ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി പൊളിറ്റിക്സ് ആവണമെന്ന് പോലും ഇല്ല. പക്ഷെ ഒരു പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒന്നിലും അഭിപ്രായം ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കരുത് എന്നുള്ളത് എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. ഇത് എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മേ ബി ഞാൻ പോയിട്ട് ഒരു സൊസൈറ്റിയോടൊക്കെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ അല്ല എന്നുണ്ടെങ്കിൽ അവരത് കേൾക്കേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് ഈ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്നായിരിക്കാം ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പിൽ നിന്നുകൊണ്ടോ ഒന്നും സംസാരിക്കുന്നതായിരിക്കില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളൂ. അതിനെ പറ്റിയിട്ട് എനിക്ക് എല്ലാ കാലത്തും ആരെങ്കിലും ജെന്യുവനായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ റെഡിയാണ്. അതർവൈസ് ആർക്കും കണ്ടന്റ് കൊടുക്കാൻ ഞാൻ റെഡിയല്ല. എനിവേ, അപ്പോൾ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു കോൺവെർസേഷനിലൂടെ ത്രൂ എ കാർഡ് ഗെയിം. ഇത് ഞാൻ ആരൊക്കെയോ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഗെയിം വളരെ സിമ്പിളാണ്. ഒരു ലൈൻ എഴുതിയിട്ടുണ്ട് ഇതിൽ. ആൻഡ് ലൈനിൽ നിന്ന് മനസ്സിൽ വരുന്ന എന്താണ് ഒരു അനക്ഡോട്ടോ എന്തെങ്കിലും കഥകളോ തമാശയോ ഷെയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എന്താവോ എന്തോ. വൈ
വൈ വൈ എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സ് വരുന്നത്? ചോദിക്കാറുണ്ടോ വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളോടുള്ള ചോദ്യമാണ് വൈ. എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അടുത്ത് ഒരാൾ ചെയ്യരുതെന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം ചോദിക്കുന്നത് വൈ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ ചോദിക്കും വൈ. എന്തുകൊണ്ട് ഞാനിത് ചെയ്തുകൂടാ എന്നുള്ളത് എനിക്ക് എപ്പോഴും മേ ബി എൻ്റെ നല്ലതിന് വിചാരിച്ചായിരിക്കും ആൾക്കാർ മേ ബി അത് പറയുന്നുണ്ടാവുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അപ്പം ആ ഒരു മോശം എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. അത് എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ച് തന്നെ പഠിക്കണം എനിക്കത് എന്താണെന്നുള്ളത്. അപ്പം എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സ്വയം ചോദിക്കാറുണ്ടോ വൈ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു? ആ ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് ഈ റിയാക്ഷൻസിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ച് ചെയ്യുന്ന ഇതായിരിക്കില്ല. അപ്പോൾ എനിക്കൊന്നും ആലോചിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ വൈ എൻ്റെ ലൈഫിൽ ഞാൻ ചോദിക്കാറില്ല. കാരണം കഴിയുമ്പോൾ ഞാൻ ആയിരിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അതുവരെ ഇല്ല, ചോദിക്കാറില്ല. എന്നോട് ഞാൻ വൈ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. മറ്റുള്ളവർക്കല്ലേ ഉള്ളൂ. മറ്റുള്ളവർക്ക് എന്നോട് ഞാൻ ആലോചിച്ച് ചെയ്യുമായിരുന്നെന്നുണ്ടെങ്കിൽ മേ ബി എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞു കഴിയുമ്പോഴും ആലോചിക്കില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു വിവാദമാക്കി ഇവർ മാറ്റുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനായിരുന്നു ഞാനത് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ആ പറഞ്ഞതൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ പറയുന്ന സമയത്തൊന്നും വൈകുന്ന ആലോചിക്കാറേ ഇല്ല. ഓക്കെ. നോ ലൈഫിൽ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നോ. ആണോ? എനിക്ക് തിരിച്ചാ എനിക്ക് തോന്നിയത്. അല്ല, എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈസിലി നോ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചു. നോ എന്ന് പറയുന്നത് ലൈഫിലെ കാര്യങ്ങൾക്കൊക്കെ പറയാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് പറ്റില്ല. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നോ പറയലെന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചിലയിടത്ത് നോ പറഞ്ഞതൊക്കെ എന്നെ മാറ്റി ആക്കിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് നോ പറയണ്ട എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഒരു സിനിമയുടെ കാര്യത്തിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നമുക്ക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ആ സിനിമ അവരുടെ പ്രതീക്ഷയാണ്. അവർക്ക് ഒരു ഡയറക്ടർക്ക്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക്, അതിനെ ബാക്ക് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, മേ ബി ഒരു ഹീറോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ആ സിനിമ. ഇത്രയും ആൾക്കാർക്ക് എസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നോ എന്ന് പറയുന്നത് അവർക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലർക്കത് ഭയങ്കരമായിട്ട് അതിന് ഈഗോ ഹേർട്ടാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മൾ നോ പറയുന്നത് അത്രയും കൺവിൻസ്ഡ് ആയിരിക്കണം. അത് മാത്രമല്ല, അത് നമ്മൾ അതിനും അങ്ങനെ നോ പറയാൻ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയുക പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു നോ പറയാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരാളാണ്. ഞാൻ കഷ്ടപ്പെട്ട് ചിലപ്പം ഇവരോട് പറഞ്ഞു ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാനൊരു നോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇതിനായിരുന്നു ഞാൻ ഇത്ര കാലം പറയാതിരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ മേ ബി അവർക്ക് അറിയായിരിക്കും അത് നോ ആണ് എന്നുള്ളത്. പക്ഷെ ഈ നോ പറഞ്ഞിടത്തൊക്കെ നോ ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു നോയും റൈറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ നോ ഭയങ്കര അടിപൊളി നോയാണ്. പക്ഷേ ആ നോ പറയാൻ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. അതെനിക്ക് ചെയ്യരുതെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ വേണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറേ നാളിരുന്നിട്ടൊക്കെ ആയിരിക്കും ഞാനൊരു നോ പറയുക. പക്ഷെ ആ പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചാൽ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാനോ പിടിക്കാനോ ഒക്കെ ഉള്ളൊരു സമയം കിട്ടുമായിരുന്നു എന്നുള്ളത്. പക്ഷെ അതുവരെ അത് പറയാൻ എനിക്ക് ആ ഒരു നോ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈഫിൽ, സിനിമയുടെ കാര്യത്തിൽ. അതിപ്പം ഞാൻ പറയാം 18+ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് നോ പറയേണ്ട റോളാണ്, ചെറിയ റോളാണ്. പക്ഷെ അത് യെസ് പറഞ്ഞത് ഒരു രസം, ഒരു ട്വിസ്റ്റ് തന്നെയാണ്. 18+ എനിക്ക് നോയോ യെസ് ഒന്നും പറയേണ്ട കാര്യമില്ല. 18+ എനിക്ക് എൻ്റെ ഫാമിലി എന്നൊരു സിനിമ ചെയ്യാണ്. ജോ ആൻഡ് ജോ എന്ന് പറയുന്നത് എനിക്ക് ഫാമിലിയാണ്. അരുണേട്ടനാണെങ്കിലും ശരി, നസ്ലൻ ശരി, മാത്യു, ഇവരൊക്കെ
ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ലൈഫിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതെന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, അങ്ങനെ ഒരു ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു സിനിമ ചെയ്യുമ്പം ഞാനില്ലാണ്ട് അവർ പോയി സിനിമ ചെയ്ത് വേണ്ട ഞാനും വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തൊരു സിനിമയാണ് 18+. എനിക്ക് ആ സിനിമ ചെയ്തത് നഷ്ടബോധമോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നലോ അങ്ങനെയൊന്നുമില്ല. എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച ഒരു എക്സ്പീരിയൻസ്. ഞാൻ പോയ സമയത്ത് എനിക്ക് ആ സെറ്റിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്കറിയാം യു ആർ വെരി ക്ലോസ് ടു നസ്ലിൻ ആൻഡ് മാത്യു. ടെൽ മീ അബൌട്ട് ദം. അവരെ കുറിച്ച് എന്താണ് പെട്ടെന്ന് മനസ്സിൽ ഓടി എത്തുന്ന 2 വാക്കുകൾ വെൻ യു തിങ്ക് അബൌട്ട് ദം? മാത്യു വളരുന്ന പ്രായമാണ് മാത്യുവിൻ്റെ. അപ്പം ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ് മാത്യുവിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് കാണിക്കാറില്ല. എനിക്ക് മാത്യുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചേച്ചിക്കളിയുണ്ട്. പക്ഷെ എനിക്ക് അവനോട് കാണിച്ചാൽ ചിലപ്പോൾ അവൻ എന്നെ ആട്ടോ എന്ന് മേടിച്ചിട്ട് ഞാൻ കാണിക്കാറില്ല. അപ്പം എനിക്ക് മാത്യു നന്നായി വരണം, മാത്യുവിൻ്റെ ലൈഫിൽ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് നടക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സാധനം എനിക്ക് ആ ഒരു അഭിനയിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അവനോട് ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും അവൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നടക്കരുത്, ഇതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയണമെന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിക്കും ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ പഠിക്കുള്ളൂ, അത് അവൻ അങ്ങനെ തന്നെ പഠിക്കണം എന്നാലും. പക്ഷെ അതവനെ വേറൊരു തരത്തിൽ എഫക്റ്റ് ചെയ്തത് എന്നുള്ളത് ഞാൻ അവനോട് അന്വേഷിക്കില്ലെങ്കിലും ഞാൻ ജനറലി അന്വേഷിക്കാറുണ്ട്, അവൻ ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്നൊക്കെ. അവൻ്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കരമാണ്. നസ്ലൻ എനിക്ക് കുറേയും കൂടെ ഒരു ബ്രദർലി ഫീലിംഗ് ഉണ്ട് അവൻ്റെ അടുത്ത്. അതേപോലെ അവനൊരു ഭയങ്കര നല്ല ഫ്രണ്ടുമായിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ മാത്യുവിനെ പോലെയല്ല. അവനെ ഞാൻ നല്ല ചീത്തയൊക്കെ പറയും. ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കാലടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയും ഞാൻ അവൻ്റെ അടുത്തും. അങ്ങനെ ഒരു ഭയങ്കര ക്ലോസ്നെസ് എനിക്കുണ്ട്. അവർ 2 പേരും ലൈഫിൽ നല്ല കരിയർ ഉണ്ടാവണം, നല്ല അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്ന 2 ആൾക്കാരാണ്. അവരും നിഖിലെ പോലെ വളരെ ചെറിയ പ്രായത്തിൽ മീഡിയയിലും ഇൻഡസ്ട്രിയിലും വന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്നില്ല അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ സിനിമയിൽ വന്ന പോലത്തെ ഒരു അവസ്ഥയല്ല. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് ഇത്രയും സോഷ്യൽ മീഡിയ പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ അതിലും ഇത്രയും വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേയും കൂടെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നടന്നു പോകുന്നത് വീഡിയോ വരും, നമ്മൾ വർത്തമാനം പറയണത് വീഡിയോ വരും, ഒക്കെ വരുമല്ലോ. അതൊക്കെ അവരെങ്ങനെയാണ് പക്ഷേ നസ്ലിനൊക്കെ കുറേയും കൂടെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത്തിരി ഇൻട്രോവേർട്ടാണ്. അവനത്രയും പബ്ലിക് അറ്റൻഷൻ അവന് ഓക്കെ അല്ല. പക്ഷെ അവനത് നാളെ ഒരു സ്റ്റാർ ആവുമ്പം മേ ബി അവനത് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം അവനോട് ഞാനത് എപ്പോഴും പറയാറുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ, അത് വേറൊരു തരത്തിൽ നീ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. 2 ഗംഭീര ആക്ടേഴ്സാണ് 2 പേരും. ഇത് കുറേ എടുക്കാൻ പറ്റുമോ? ആസ്കിങ് ഫോർ ട്രബിൾ നല്ല ആൾക്കായി കാണുമോ? അതിൻ്റെ മെയിൻ ആളാണ് ഞാൻ. അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഇപ്പം ഞാനിത് പറയണ്ടല്ല എൻ്റെ കാര്യത്തിൽ. കുട്ടിക്കാലം മുതൽ എങ്ങനെയായിരുന്നു ആസ്കിങ് ഫോർ ട്രബിളിന്റെ ബ്രാൻഡ് അംബാസഡർ? ഞാൻ എവിടെ പരിപാടി ധരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ട്രബിൾ എന്നായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം നന്നായി നടക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ പോയി സ്ഥലം കുളവാക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ട്രബിൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ലേ ചിലപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനത് പോയി ചെയ്തിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട് നല്ലോണം ട്രബിൾ. ചില സ്ഥലത്ത് ഞാൻ വിചാരിക്കും അതിനോടൊപ്പം പോയിട്ട് പറയണം ഞാനത് ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ചിലപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ചിലപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും വേണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ചിലപ്പം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. പക്ഷെ ഞാനത് ട്രബിൾ എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഉണ്ട് എന്ന് പറയുന്നൊരു സാധനമാണ്. ഉണ്ട് എല്ലാ കാലത്തും. അതിശയാണ് ഈ കാർഡ് വരുന്നല്ലേ. ട്രബിൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ലൈഫിൽ വേറെ എന്തെങ്കിലും. ഡിപ്പെൻഡ്സ് ഓൺ ദ വെതർ. മൂഡ് മാറാറുണ്ടോ? എൻ്റെ മൂഡ് വേരിയേഷൻസും എൻ്റെ ദേഷ്യവും എൻ്റെ എല്ലാ സാധനങ്ങളും കണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ എൻ്റെ എല്ലാ മൂഡ് സോങ്സും കാണിക്കാറുള്ളൂ. അല്ലാത്തവരുടെ അടുത്തൊക്കെ ഞാൻ
ഇപ്പം എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്, ഞാൻ ചില സ്ഥലത്ത് കരയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാ കരയുന്നത്, PMS ആണെന്ന് വിചാരിക്കുന്നത്, ഞാൻ കരയാണ് എന്ന് ഞാൻ പറയും. ചിലപ്പോൾ പക്ഷെ പലയിടത്തും നമുക്ക് നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആരടുത്തും പ്രകടിപ്പിക്കാറില്ല. എൻ്റെ ദേഷ്യം മുഴുവൻ ഇവർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ വരുന്നത് സർക്കാസാണ്. എൻ്റെ പ്രകടിപ്പിക്കൽ അത്രയും സർക്കാസാണ്. എനിക്ക് അവരുടെ അടുത്തൊന്നും ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കും. എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ. അത് എന്നെ കണ്ട ആരും വിശ്വസിക്കൂലെങ്കിലും ഭയങ്കര ദേഷ്യമാണ് എനിക്ക്. തല്ലിപ്പൊട്ടിക്കുക സാധനങ്ങളൊക്കെ. അത് ചെയ്യാറില്ല. അതിനെപ്പറ്റി എനിക്ക് ചെറിയ ധാരണയുണ്ട്, ഇതിനൊക്കെ തിരിച്ചു കിട്ടില്ല തല്ലി പൊട്ടിച്ചാൽ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ തോന്നും, കൊല്ലാനൊക്കെ തോന്നും എനിക്ക്, അത്രയും ദേഷ്യമൊക്കെ വരും. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കറുപ്പാണ്. ഐ മീൻ സീരിയസ്ലി ആരെങ്കിലും, എനിക്കൊരു സിറ്റുവേഷൻ ആലോചിക്കുക, ആരോ പ്രൊപ്പോസ് ചെയ്യാൻ വന്നു, നിഖില തിരിഞ്ഞിട്ട് ഐ മീൻ സീരിയസ്ലി എന്നുള്ളൊരു ലുക്ക് വെച്ചിട്ട്. അതുണ്ടാവാറുണ്ട് എനിക്ക്. എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു, ഇന്ന ആൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിനക്കത് കണ്ടിട്ട് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണോ? അല്ല. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ എന്തിനൊക്കെ പറയണം, അതൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും പോയി ചോദിക്കാൻ പാടില്ല, അതൊക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ. ഞാൻ അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഒരാൾ ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ, മേ ബി എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. ഞാൻ പറ്റില്ല കേട്ടോ, എനിക്കത്. കാരണം റിലേഷൻഷിപ്പിലേക്കൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല. കാരണം എത്ര പേര് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്? ഐ ആം ഷുവർ നല്ല നമ്പറാണ്. അങ്ങനെ തോന്നില്ലേ? എനിക്കറിയില്ല, എന്നെ പ്രപ്പോസ് ചെയ്ത ആൾക്കാർക്ക് പേടിയായതുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. റിലേഷൻഷിപ്സ് തന്നെ ഗ്രാജുവലി ഉണ്ടായതാണ്. അതായത് പ്രപ്പോസ് ചെയ്ത് എന്താ പറയുക, ഇന്ന ഇഷ്ടമാണ്, ഇന്ന് എനിക്കിഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വന്നതിന് ചിലപ്പോൾ ഞാൻ പുച്ഛിച്ച് വിട്ട് കളഞ്ഞു പോയി എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു കളയായിരിക്കും. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണോ നല്ല, ഞാൻ ഭയങ്കര ഓപ്പൺ ആയതുകൊണ്ട് പേടിച്ചിട്ടും ചില ആൾക്കാർ പ്രപ്പോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് ആരും പ്രപ്പോസലായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. എനിക്ക് ചിലപ്പോൾ നിന്നോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, അപ്പോൾ അവനെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക് തീർന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറ്. അല്ലാതെ ഭീകരമായിരിക്കും പ്രപ്പോസൽസോ ഈ പറഞ്ഞ മെസ്സേജ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വരും, മറ്റേ കല്യാണം കഴിച്ചോട്ടെ ഇതൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് ആരും വരാറില്ല. ഇത് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് 3-4 പേര് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ പറഞ്ഞതായിട്ട് അറിഞ്ഞു, വേണേ ഞാൻ പ്രപ്പോസ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പ്രപ്പോസലായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ 1-2 പേര്, അതായത് ഡയറക്റ്റ് കല്യാണാലോചനയായിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ അമ്മയോട് പറയും എന്തിൻ്റെ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അവർ വിചാരിച്ചിരിക്കണേ ഇൻ്റർവ്യൂവിലൊക്കെ കാണുമ്പോൾ പറയണ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ആയിരിക്കില്ല. ഈ മറ്റേ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സ്ഥലങ്ങളിൽ ചോറും കറിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ മറ്റേ കറുപ്പ് കളറാണോ ഇഷ്ടം, ഏത് കളറാണോ ഇഷ്ടം, ഇങ്ങനത്തെ. അപ്പം കറുപ്പ് കളറാണ് ഇഷ്ടം എന്നറിയാം, ചോറും മീൻകറിയാണ് ഇഷ്ടം എന്നറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ആയിരിക്കില്ല അവർ കാണുമ്പോഴുള്ള ഞാൻ. മേ ബി ഞാൻ അമ്മയോട് പറയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനുവേച്ചിയുടെ കാര്യത്തിലും പണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുമായിരുന്നു, അച്ഛൻ അനുവേച്ചി കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അച്ഛനത്, അനുവേച്ചിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മൾ ഇത്രയും ചിലവൊക്കെ നടത്തി കല്യാണമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിലവുണ്ടാവും, സ്വർണ്ണം വാങ്ങണം, സാരി വാങ്ങണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവൾ കല്യാണം കഴിപ്പിച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവനെന്തെങ്കിലും പറഞ്ഞ് അവനെ അടിച്ചിട്ട് ഇവൾ പിറ്റേ ദിവസം തിരിച്ച് വന്ന് ഈ ചിലവ് ഇതിൻ്റെ ലോണ് നമ്മൾ അടയ്ക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യണം, അതിൽ അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കണം, അച്ഛൻ അവിടെ കല്യാണം കഴിപ്പിക്കണം ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞത്. ഒന്നും ഈ പറയുന്ന പോലത്തെ സാധനങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പം എൻ്റെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ചോറും മീൻ കറിയും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളൊന്നും മേ ബി ആയിരിക്കില്ല. ഞാൻ എല്ലാം കഴിക്കും, മേ ബി ചിലപ്പോൾ എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ ചോറും മീൻ കറിയും കഴിക്കില്ല. അപ്പം അതൊന്നൊക്കെ കണ്ടിട്ടൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്കിത് റിയൽ പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. പക്ഷെ എനിക്കത് അത്രയും എന്നെ അറിഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കിയിട്ട് വന്ന ആൾക്കാരൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും റിയലിസ്റ്റിക്കും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരാളുടെ ഡ്രീം എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. അതായത് ഞാൻ ഇവിടെ എപ്പോഴും ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അവരുടെ ഡ്രീമും ഗോളും ഒക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എപ്പോഴും. ഈശ്വര എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എനിക്കൊന്നുമില്ല. പ്രത്യേകിച്ച് വലിയ
അപ്പം ലൈഫിൽ ഒരു തരത്തിലുള്ള വലിയ എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഇല്ല, എക്സ്പെക്ടേഷൻസും ഇല്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഡ്രീമുകളും ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയിൽ തന്നെ നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു, ഞാൻ ഇത്രയും കാലം ഇവിടെയാണ് നിന്നത്, ഇതിൻ്റെ ബാക്കി എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. മേ ബി ഇതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത്തിരി സോഷ്യൽ സർവീസ് പോലത്തെ കാര്യങ്ങളാണ്, പക്ഷെ അത് ഇപ്പം പറഞ്ഞിട്ട് പറയണ്ട. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ കവിഞ്ഞിട്ട് വലിയ ഡ്രീമൊന്നും എനിക്കില്ല. ഇത്രയും നേരം മനസ്സ് തുറന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. യു ഷെയർഡ് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ് വിച്ച് ഈസ് വെരി പേഴ്സണൽ. ഞാനും ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഷെയർഡ്. ഞാൻ ജനറലി എനിക്ക് എല്ലാ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പേടിയുള്ളൊരു കാര്യമാണ് അച്ഛൻ്റെ കാര്യം ചോദിക്കുമോ എന്നുള്ളത്. അത് ചേച്ചി ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത് എൻ്റെ ആ പേടിനെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് ബ്രേക്ക് ചെയ്തു. നല്ലതാണ്. എനിക്കറിയാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയും എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് കരഞ്ഞിട്ട് എന്നെ എവിടെയും പ്രസൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നുള്ളൂ. സോ എൻ്റെ ഉള്ളിലുള്ളൊരു ഇൻഹിബിഷൻ ആയിരുന്നു അത്. അതിന് എനിക്ക് എല്ലാ ഇൻഹിബിഷൻസും ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട്. സ്റ്റിൽ കരഞ്ഞിട്ട് ആയിപ്പോയോ എന്നുള്ളത് ഉണ്ട്. ഒത്തിരി നന്ദിയുണ്ട് നിഖില. കാരണം ഞാൻ നിഖില എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നിഖിലയ്ക്ക്. ഒരു ഷെല്ല് മാത്രമാണ് ഇപ്പോൾ കാണുന്ന ഇൻ്റർവ്യൂസിൽ. ഐ ആം നോട്ട് ഏബിൾ ടു സീ മോർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ. അപ്പം ഐ ഹവ് ട്രൂലി എൻജോയ് ടോക്കിംഗ് ടു യു. താങ്ക്സ് ഫോർ ഷെയറിംഗ് വാട്ട് യു ഡിഡ്. താങ്ക് യു.